ലഭിക്കാത്ത വിചാരണയുടെ നാളിൽ പ്രപഞ്ചമാസകലം തകർന്നൊടുങ്ങി അല്ലാഹു മരിച്ചുപോയ സർവരെയും അവന്റെ മുമ്പിൽ ഹാജരാക്കുന്ന അന്ത്യനാളിന്റെ നിമിഷം അവിടെ നിങ്ങൾ അല്ലാഹു കൊണ്ടുവരും. ഞങ്ങളെപ്പറ്റി അല്ലാഹു നിങ്ങളോട് ചോദിക്കും. അന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ഇമ്മാ ഇലാ ജന്ന വ ഇമ്മാ ഇലാ നാർ, ഒന്നുകിൽ നരകത്തിന്റെ വഴി അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴി. നരകമോ സ്വർഗമോ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളിത് പരാതി പറയും. അള്ളാഹു നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് ഉമറേ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവരുടെ കണ്ണുകൾ നനയുകയായി വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കിട്ടിയില്ല എന്ന്. മഹാനവറുകളുടെ തോളിൽ ധരിക്കുന്ന ഒരു തലപ്പാവിന്റെ വസ്ത്രമുണ്ട്, റിദാ. അതെടുത്തിട്ട് പറഞ്ഞു, ഖുദ്ഹാ, അത് കൊണ്ടുപോയിക്കോളൂ, വേറൊന്നും തരാൻ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതെടുത്ത് കൊണ്ടുപോയിക്കോളൂ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ നാളിനെ ഓർത്ത് ഞാൻ പേടിയിലാണ്. അല്ലാഹു നൽകുന്ന പ്രതിഫലമല്ലാതെ, അല്ലാഹു നൽകുന്ന ദാനങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഞാൻ പേടിയിലാണ്. ഇമ്മാ ഇലാ ജന്നത്തിൻ വ ഇമ്മാ ഇലാ നാർ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ ഒരു നാളിനെ കുറിച്ച് ഉമറിന് പേടിയുണ്ട്. തരാനൊന്നുമില്ല, എന്റെ വസ്ത്രമാണിത്, കൊണ്ടുപോയിക്കോളൂ, നിങ്ങളുടെ മക്കൾക്കോ ഭാര്യക്കോ നിങ്ങൾ കൊടുത്തോളൂ, വേറൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പരലോകത്ത് കാണാമെന്ന് പറഞ്ഞപ്പോ പേടിച്ചെടുത്തു കൊടുത്ത ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉണ്ടായിട്ടല്ല, അവരൊന്നും അങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. മഹാനവറുകൾ ഉള്ളതിനപ്പുറം കൊടുക്കുന്ന മഹാനാണ്. പക്ഷേ ഇല്ലാതിരുന്നൊരു കാലത്ത് വന്ന് ചോദിച്ചപ്പോ പരലോകം പറഞ്ഞപ്പോഴേക്കും കരഞ്ഞുപോയി ഫാറൂഖ് റളിയല്ലാഹു തആല. മഹാനവറുകളാണ് ഒരീത്തപ്പനത്തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ, യാ ഉമർ അൻത അമീറുൽ മുഅ്മിനീൻ, ബഖിൻ ബഖിൻ, ഉമറേ നീയാണല്ലേ അമീറുൽ മുഅ്മിനീൻ, നീയാണല്ലേ മുഅ്മിനീങ്ങളുടെ അമീർ. ബഖിൻ ബഖിൻ, തരക്കേടില്ലല്ലോ ഉമറേ. വല്ലാഹി ലതത്തഖിയന്ന അല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കണം ഉമറേ. ഔ ലയുഅദ്ദിബന്നക അല്ലാഹ്, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിനെ ഭയപ്പെടണേ ഉമറേ. നീയാണോ അമീറുൽ മുഅ്മിനീൻ, നീയാണോ മുഅ്മിനീങ്ങളുടെ നേതാവ്? ഒരു തോട്ടത്തിനുള്ളിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഇങ്ങനെ പറയാണ്, ഒറ്റയ്ക്ക് ഇത് കേൾക്കുന്നു സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആരോടായി ചോദിക്കുന്നറിയോ? സ്വന്തം ശരീരത്തോട് വിചാരണ ചെയ്യാണ്. ഉമറേ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഓരോരുത്തർ അവനവന്റെ പേര് വിളിച്ച് സ്വയം ആക്ഷേപിക്കുന്ന പോലെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുറാഖബത്ത് മനസ്സിലാക്കിയിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലണല്ലോ, അല്ലാഹു എന്നെ കാണുന്നുവല്ലോ എന്ന വിചാരത്തിനാണ് മുറാഖബ. അല്ലാഹുവിനെ കാണുന്ന പോലെ അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു മനോവസ്ഥയിൽ ജീവിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈ റമദാനിലും അതിന്റെ ശേഷവും അതിന്റെ മുമ്പുമൊക്കെ അല്ലാഹുവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് തന്ന ഏറ്റവും വലിയ മാതൃകയും അതാ, നമ്മിലേക്ക് നോക്കുകയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അമവി ഭരണാധികാരിയായിരുന്ന രണ്ടാം ഉമർ എന്ന ലോകം അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അതേ മാതൃക സ്വീകരിച്ചു വന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകൾക്ക് ജനിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് നിന്ന് മദീനയിലേക്ക് ആപ്പിളിന്റെ കൊട്ടകൾ കടന്നു വന്നപ്പോ മദീനക്കാരായ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ദാഹിച്ച് വിശന്നവശനായ തന്റെ മക്കളിൽ പിഞ്ചുമോൻ ആ ആപ്പിളിൽ നിന്ന് ഒന്നെടുത്ത് കടിക്കുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പേരക്കിടാവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയപ്പെടുന്ന രണ്ടാം ഉമർ സുഖലോലുപനായി ജീവിച്ചതിന്റെ ശേഷം പരിത്യാഗിയായി മാറിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പൊന്നുമോന്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയും അവൻ കരയാൻ തുടങ്ങി.
വായയിലുള്ളത് പോലും പറിച്ചെടുത്ത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് മോനെ നിനക്ക് തിന്നാൻ പാടുള്ളതല്ല എന്ന് പൊന്നുമോനെ പഠിപ്പിക്കുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കുട്ടി കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അരികത്തേക്ക് ഓടി. ആരാണ് ഉമ്മ എന്നറിയുമോ? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ലോകം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ബിൻ മർവാൻ. രാജകുമാരിയായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എല്ലാം അല്ലാഹുവിന് നൽകിയ സാത്വികയായ മഹദിയായിരുന്നു ഫാത്തിമ ബീവി, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. കഴുത്തിൽ നല്ല മാലകൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോ മഹാനവറുകൾ പറഞ്ഞു, ഫാത്തിമ, ഈ മാല മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ നിന്ന് നിന്റെ വാപ്പ പിടിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്ക്, ബൈത്തുൽ മാലിലേക്ക് കൊടുക്ക്, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്ക്. അടിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നല്ല ഇഷ്ടമുള്ള മാലയായിരുന്നു. പവിഴങ്ങളും മുത്തുകളും കല്ലുകളും ചാർത്തിയ ആ ഒരു മാല. പെണ്ണുങ്ങളൊക്കെ ആഭരണം അഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ത്യാഗം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ നമ്മുടെ പള്ളിക്ക് ചെറിയ ക്വാർട്ടേഴ്സ് എടുക്കണം എന്ന ആഗ്രഹം അല്ലേ? വലിയ കടബാധ്യതയിൽ നീങ്ങുന്നൊരു മഹല്ല നമ്മുടെ മഹല്ല്. 35,000 റുപ്യ എന്തോ നമുക്ക് ഉസ്താദ്മാർക്കൊക്കെ ചെലവും കാര്യങ്ങളും കറണ്ട് ബില്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആകെ 22,000 എന്തോ കിട്ടുന്നുള്ളൂ. അത്ര ആ ഒരു വിഷമിക്കുന്നൊരു മഹല്ലാണ്. അതുകൊണ്ടേ അർജന്റായിട്ട് സഹായിച്ചോളൂ, അല്ലെങ്കിൽ ഉസ്താദ്മാർ തോരക്കും. എന്തിനാ തോരക്കാന്നറിയോ? പഠിച്ചോനെ ആരെങ്കിലും ഒരുത്തനെ കൂടുതൽ പഠിച്ചോനെ, എന്നാലല്ലേ ആ മരിച്ചുപോയ വീട്ടില് ഒന്ന് തോരന്ന എന്തേലൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കട്ടെ പഠിച്ചോനെ എന്നൊക്കെ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ദ്വാരന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അർജന്റായിട്ട് നമുക്കിതൊന്ന് പരിഹരിച്ചു കൊടുക്കുക തന്നെ വേണം ഇൻഷാ അല്ലാഹ്. 6 സെന്റ് ദാനമായി ചെയ്ത ഒരു ഗൾഫുകാരനായ നമ്മുടെ സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക സ്വീകരിക്കട്ടെ. വേറെ ഒരാൾ ഒരു 7 സെന്റും അതിന്റെ കൂടെ തന്നു അല്ലെ, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ലാൻഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 15 ലക്ഷം എന്തോ ആണ് അതിന്റെ പദ്ധതി ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സഹോദരിമാരൊക്കെ ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. എന്റെ വക ഒരു നല്ല ഒരു സ്വതക്കയായി അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ഈ മഹല്ലത്തിന് വേണ്ടി നല്ല ഒരു നിയ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഭർത്താക്കന്മാരെ പൊരുത്തുള്ളത് കൊടുത്താൽ മതി. അത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് വല്ല ആവേശത്തിലേക്ക് ഊരി കൊടുത്ത് വീട്ടിൽ ചെന്ന് അടി ഉണ്ടായാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താ ചെയ്യുക? ഭർത്താക്കന്മാരെ നിങ്ങളെ പ്രശ്നമാക്കൂല. നീ എന്തിനാ കൊടുത്ത് ഉസ്താദ്മാരെ വേദനിട്ടെങ്കിൽ തരിപ്പുകാരെ കൊടുക്കുക എന്നൊക്കെ വല്ല ഭർത്താവും ചോദിച്ചാൽ വേണ്ടില്ലായിരുന്നു റബ്ബേ എന്ന് ചിന്തിച്ചാൽ ആ കൊടുത്തത് പോയി. അതുകൊണ്ട് അങ്ങനത്തേത് വേണ്ട. നല്ല പൊരുത്തല്ലേ, ചെറിയൊരു മോതിരം, ഒരു കമ്മല, എന്തെങ്കിലും പൊട്ടിക്കിടക്കണൊക്കെ ഉണ്ടാവില്ലേ വീട്ടില്, ഉണ്ടെങ്കിൽ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ. അങ്ങനെയാണ് സിദ്ദീഖ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളെ പറഞ്ഞയച്ചതാ. തുണിയും കൊടുത്തിട്ട് ബിലാൽ എന്നവരെ വാങ്ങിച്ചു കൊണ്ടുവരും. പെണ്ണുങ്ങൾ അവരുടെ ഖൽഖാലുകളും അവരുടെ ഖിലാദ മാലകളും പാദസരങ്ങളും അവരുടെ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും വളകളും ഊരി കൊടുത്തത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഈ മഹദി അന്ന് 2 മാലകൾ, വിലപിടിപ്പുള്ള 2 മാലകൾ കൊടുത്തിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ സൂക്ഷിപ്പുകാരൻ, ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല ബീവി, നിങ്ങളുടെ ആ മാല അന്ന് നിങ്ങളോട് അഴിച്ചു വാങ്ങിയിരുന്നു ഖലീഫ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ കിടപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡോർ തുറന്ന് നിങ്ങൾക്ക് തരാം, വേണോ എന്ന് ചോദിച്ചു. ഉണ്ടാവും മന്ത്രിമാരെക്കാളും വല്ല വീറ്റാക്കാരൻ ഓരോ കൂടെയുള്ളവരൊക്കെ അല്ലെ, വലിയ വലിയ ആൾക്കാരുടെ ഡ്രൈവർമാരെ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരൊക്കെ വലിയ വലിയ സ്ഥാനമുള്ളവരായിരിക്കും. ഖലീഫ അറിയാതെ പൊതുസ്വത്തിന്റെ സൂക്ഷിപ്പുകാരൻ താക്കോല് വെക്കുന്ന ആള് പറയാൻ, ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. ആര്? ഖലീഫ വാങ്ങിച്ചു വെച്ചത് മരണശേഷം ഞാൻ തരാന്ന് പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇപ്പോൾ വഫാത്തായിട്ടുണ്ട്. ബീവി അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അവരനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ട, തന്നെ നിന്നോട്ടെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. കൊച്ചുമോന്റെ കയ്യിൽ നിന്ന് ആപ്പിള് പിടിച്ചു വാങ്ങിയതിന്റെ ഫലമായി ഉമ്മയുടെ അരികത്തേക്ക് ഓടിപ്പോയ പിഞ്ചു പൈതൽ, പിഞ്ചുമോൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്
ഏതാനും ചില്ലിക്കാശുകൾ കൊടുത്ത് ഒരാളിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞൊരു വേലക്കാരനോട്, എന്റെ മോന് നിങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുന്നവരുണ്ടല്ലോ, ഉമർ തങ്ങളുടെ സ്വത്ത് ഓഹരി വെച്ച് കിട്ടുന്നവർ, അവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയേക്കണം, മോനൊരു ആപ്പിൾ കൊടുത്തേക്കണം. ഒരു ആപ്പിൾ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആപ്പിൾ ഫോണായിരിക്കും പറയണത്. സാധാ ആപ്പിൾ പഴം കഴിക്കാനുള്ള ആഗ്രഹം. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുഞ്ഞിന്റെ കയ്യിൽ ഈ ആപ്പിൾ കണ്ടപ്പോ ഫാത്തിമ എന്ന് സ്വന്തം ഭാര്യയെ വിളിച്ചു. ഫാത്തിമ, വല്ലാഹ് ഫാത്തിമ, എനിക്കറിയാം നമ്മുടെ മോന് ആപ്പിൾ ഇഷ്ടമാണെന്ന്, എന്റെ മോനാണെന്നും എനിക്കറിയാം. പക്ഷേ മോന്റെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിയത് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചതിന്റെ തുല്യമാണ്. പക്ഷേ എനിക്ക് വെറുപ്പ് തോന്നുകയാണ്. വലാകിന്നി കരിഹ്തു അൻ ഉളയ്യ നഫ്സി ബിതുഫാഹത്തിൻ മിൻ ഫൈഇൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട പൊതു സ്വത്തിൽ നിന്ന് ഒരു ആപ്പിൾ കഴിച്ചതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടിക്കപ്പെടുമോ എന്ന പേടി കൊണ്ടാണ് എന്റെ മോന്റെ ചങ്കിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെ ആ ആപ്പിൾ ഞാൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. മോനോട് സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല. മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്ത് എന്റെ കയ്യിൽപ്പെട്ടു പോവരുത്, എന്റെ മോന്റെ വായിലേക്ക് പോവരുത്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ പാഠം പഠിപ്പിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുറാഖബത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ ജീവിതത്തിൽ വരുത്തിയ ശുദ്ധിയാണ്. ഈ വിശുദ്ധിയാണ് അല്ലാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കാണുന്നുവല്ലോ. സമ്പത്തിൽ ഹക്കും ബാത്തിലും നോക്കുന്നത്. വയുനജ്ജില്ലാഹു الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. وينجي الله الذين اتقوا. തഖ്വയുള്ള ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. ബിമഫാസതിഹിം, അവർ വിജയിക്കുന്നവരാണ്. അവരുടെ വിജയം കാരണം അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. മുത്തഖീങ്ങളെ, തഖ്വയുള്ളവരെ. ലാ യമസ്സുഹുമുസ്സൂ. തങ്ങളുടെ മുമ്പിലേക്ക് ഒരു യുദ്ധ തടവുകാരെ കൊണ്ടുവന്ന രംഗം. അവരിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഓടി നടക്കുകയാണ് എന്തോ അന്വേഷിച്ചുകൊണ്ട്. ആ യുദ്ധ തടവുകാരിൽപ്പെട്ട ആ പെണ്ണ് അന്വേഷിക്കുന്നത് തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെയാണ്. ഒരു യുദ്ധം നടക്കുമ്പോ യുദ്ധഭൂമിയിൽ ആരൊക്കെയാണോ ഉപേക്ഷിക്കപ്പെടുന്നത് അവര് മുസ്ലിമീങ്ങൾക്ക് വാർ ബ്യൂട്ടി ആയിട്ട് ലഭിക്കുന്നവരാണ്. യുദ്ധ തടവുകാർ യുദ്ധത്തിന്റെ സ്വത്തായിട്ട് മാറും അവര്. അതിൽപ്പെട്ട തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാതെ വന്നപ്പോ അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഉമ്മയുടെ വിഷമം, വിതുമ്പലും തേങ്ങലും സങ്കടപ്പെടലും കണ്ണുകൊണ്ട് കാണുകയാണ്. ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു പിഞ്ചു പൈതലിനെ ആരോ കൊണ്ടുവരുമ്പോ അതെന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതോടുകൂടെ ആ കുഞ്ഞിനെയും പിടിച്ച് മണ്ണിലിങ്ങനെ ഉരുണ്ട് ആ ഉമ്മ സന്തോഷം കൊണ്ട് സന്തോഷ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പിഞ്ചു പൈതലിനെ ഈ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ, എങ്ങനെ അറിയാനാ? ഈ കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഈ ഉമ്മ എങ്ങനെയാ കുഞ്ഞിനെ തീയിലെറിയാൻ പോകുന്നത്? ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളോട്, മനുഷ്യരോട് അല്ലാഹു സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് ഒരു യുദ്ധഭൂമിയിൽ പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ആ റബ്ബിനെ നമ്മൾ അറിഞ്ഞുവോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സമയമായോ?
പാപങ്ങൾ ചെയ്തവർക്ക് തിരിച്ചു നടക്കേണ്ടതില്ലയോ? പാപങ്ങളുടെ നൈമിഷികമായ സുഖം തീരുകയും ആ പാപക്കറ മാത്രം ബാക്കിയാവുകയും ചെയ്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത്? സുഖവും രസവുമെല്ലാം തീർന്നു പോകും. അള്ളാഹു അനുവദിക്കാത്തത് ചെയ്ത് എന്തൊക്കെ ആനന്ദിച്ചിട്ടുണ്ടോ ആ രസങ്ങളെല്ലാം തീർന്നു പോകും. കള്ളു കുടിച്ചവന്റെ ആനന്ദം ആ ഒരു കുടിയാൽ തീർന്നുപോയി. വ്യഭിചരിച്ചവന്റെ ആനന്ദം നിമിഷങ്ങളിൽ തീർന്നു പോയിരിക്കുന്നു. പാപങ്ങൾ എന്തൊക്കെ ചെയ്തുവോ എല്ലാ പാപങ്ങളുടെയും രസങ്ങൾ വളരെ പെട്ടെന്ന് തീർന്നു പോവുകയും കുറ്റവും ജാള്യതയും അവിടെ ബാക്കി നിൽക്കുന്നു. തബ്ഖാ അവാഖിബു സൂഇൻ ഫീ മഗബ്ബതിഹാ ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ലല്ലോ. പാപം ചെയ്തവരെ ആ പാപങ്ങൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. പാപങ്ങളെ കുറിച്ചുള്ള സങ്കടവും വേദനയും മരണം വരെ അതിന്റെ അടയാളങ്ങളും അലയൊലികളും അള്ളാഹു ബാക്കി വെക്കുന്നത് പാപികൾക്ക് ഇവിടെ നൽകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ഒരു തെറ്റ് ചെയ്താൽ ഓർമ്മ വരും, റബ്ബേ ഞാൻ അന്നത് ചെയ്തു പോയല്ലോ, ഞാൻ ചെയ്തു പോയല്ലോ. കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ഹറാമുകളൊക്കെ ചെയ്തു കൂട്ടിയാൽ പിന്നീട് കാണുമ്പോ ആ ഒരു പെണ്ണിനെ കാണുമ്പോ അവന് ഓർമ്മ വരും, റബ്ബേ ഇവളാണ് എന്നെ പഴപ്പിച്ചത് എന്ന് അവന് സങ്കടം തോന്നും. അവൾക്ക് തോന്നും ഇവനായിരുന്നു എന്നെ പഴപ്പിച്ചത് എന്ന്. പാപത്തിന്റെ ആ ഒരു കറ മരണം വരെ പാപത്തിന്റെ പ്രതിഫലനം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാറു. ഒരു പാപത്തിന് ശേഷം പിന്നെ ഒരു രസത്തിന് ശേഷം നരകമാണ് വരുന്നതെങ്കിൽ ആ സുഖത്തിൽ എന്ത് രസം, എന്ത് ആനന്ദമാണതിന്. അതിന്റെ ശേഷം നരകമാണെങ്കിൽ, നരകമാണ് ഒരു ആനന്ദത്തിന്റെ ശേഷം വരാൻ പോകുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ട് കാര്യമെന്ന ഈ കവിത മഹാനായ അല്ലാമ സുഫിയാനു സൗരി തങ്ങൾ നിരന്തരം പാടുമായിരുന്നു, ശരീരത്തെ ഓർമ്മിപ്പിക്കാൻ. അല്ലാഹു നമുക്ക് സംസ്കരണം നൽകട്ടെ. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കൾ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പാപം കൊണ്ട് ആനന്ദിക്കരുത്, പാപം ശീലമാക്കരുത്. പാപം വന്നു പോയാൽ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടവരാ നമ്മൾ. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ ഖേദിച്ചു മടങ്ങുന്ന തൗബ ചെയ്യുന്നവരാണ്. പാപികളാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. അമ്പിയാക്കന്മാരെ ഇസ്മത്ത് നൽകപ്പെട്ടവരുള്ളൂ. പാപ സുരക്ഷിതത്വം നൽകപ്പെട്ടവർ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. ബാക്കിയുള്ളവരൊക്കെ തെറ്റ് സംഭവിക്കും. പക്ഷേ തെറ്റ് സംഭവിക്കുന്നവരിൽ തന്നെ നന്മ ചെയ്യുന്നവർ ആരാന്നറിയോ? അവിടെ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അള്ളാഹു അങ്ങനെ ഒരു പശ്ചാത്താപത്തിന് അവസരം ഈ റമളാനിന്റെ മുമ്പും ശേഷവും ഒക്കെയായി അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു തിന്മയുടെ ഫലം, ഒരു തെറ്റിന്റെ ഫലം ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ മദ്യപിക്കുക എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മഹല്ലത്തിൽ അതിന്റെ അപകടം അള്ളാഹു നൽകുമെന്നാണ്. ഇവിടെ അതിന്റെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ കുടുംബങ്ങളിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളിൽ ആ തിന്മയുടെ അടയാളങ്ങൾ കാണാൻ കഴിയുമെന്നാണ്. മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ അവരുടെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്, കിതാബു തവ്വാബീനിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഴ കിട്ടാതെ വന്നപ്പോ, മഴ ലഭിക്കാതെ വന്നപ്പോ ഇസ്തിസ്ഖാഇന്റെ ഒരു പ്രാർത്ഥന നടത്താൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളെയും കൊണ്ടുവന്നു. 12,000-ഓളം വരുന്ന ആളുകളെയും കൂട്ടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പോവാ, മഴ ലഭിക്കാൻ വേണ്ടി. നമുക്കിപ്പോഴല്ലേ മഴ കിട്ടി തുടങ്ങിയത്. പാലക്കാട് ജില്ലയൊക്കെ വലിയ ക്ഷാമത്തിലും വലിയ ചൂടിലായിരുന്നു അല്ലേ. ഇതില്ല, പന്തലിട്ട്, ഈ പന്തലിട്ടത് മുതലാവണമെങ്കിൽ കുറച്ച് മഴ പെയ്യുമാണ് അല്ലേ. അപ്പോഴല്ലേ പന്തലിട്ടിന്റെ കാശ് മുതലാവുള്ളൂ. പന്തലൊക്കെ ഇട്ടിട്ട് ചൂടുത്തിരിക്കാൻ മഴ പെയ്തില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളാവുന്ന സൗകര്യത്തിലുള്ള ആളുകളെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ.
അപ്പോ മഴ റബ്ബിനോട് വേണ്ടാന്ന് ചോദിക്കാൻ നേരായിട്ടില്ല. അള്ളാഹുവിനോട് അങ്ങനെ പറഞ്ഞുകൂടാന്ന. പിന്നെ റബ്ബിനോട് അച്ചടക്കത്തോടുകൂടെ അദബോടുകൂടെ നമുക്ക് എന്ത് പറയാം? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്ക റബ്ബേ, ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട. അങ്ങനെ പറയാം, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്ക റബ്ബേ. അലൽ ആകാമി വൽ ജിബാൽ വ മനാബിത്തി ഷജർ. കാടുകൾക്കും കുന്നുകൾക്കും കൃഷികൾക്കൊക്കെ കൊടുക്ക റബ്ബേ, ഞങ്ങൾക്ക് ഇതിന്റെ ചുറ്റും കൊടുത്തേക്ക് എന്നാ പറയാം. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പാടില്ല, ഞങ്ങൾക്ക് ചുറ്റും കൊടുത്തേക്ക്. അങ്ങനെയാണ്. അപ്പൊ നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്ക് ആ ദുആ ദ്വാരക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു നല്ലൊരു തണുപ്പ് വരാൻ നല്ലതായിരുന്നു. എന്തായിരുന്നു ചൂട് ഇന്നലെയൊക്കെ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോ അതിലൊന്നും വിഷമിക്കേണ്ട ഇൻഷാ അല്ലാഹ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ഇസ്തിസ്ഖാഇന് വേണ്ടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് 12,000-ഓളം വരുന്ന ഇസ്രായേൽ മക്കളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസക. അങ്ങനെ വരട്ടെ, ആ സൗണ്ട് വേണം, അത് കുറയരുത്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസക വൻഷുർ അലൈനാ റഹ്മതക. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് വേണം തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. ആര്? അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച സ്ഥലമൊക്കെ ഇന്ന് പല ആളുകളും സിയാറത്തിനൊക്കെ പോയിട്ട് കാണാനുള്ള സൗകര്യമുണ്ട്. അല്ലാഹു തആല കുറച്ച് പൈസയൊക്കെ തന്നിട്ടുണ്ടെങ്കിലേ ബാധ്യതകളൊക്കെ തീർന്നാലൊന്ന് പോയി കാണാം. സീനാ മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈറോഡ് പോകുമ്പോ സീനാ മലയുണ്ട്. അവിടെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച തൗറാത്ത് വാങ്ങിയ മലയും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ പൊടിപൊടിയായി മാറിയ ആ ഒരു പർവ്വതത്തിന്റെ പൊടികളും അള്ളാഹുവിന്റെ സംസാരം മൂസാ നബി കേട്ട ഒരു വൃക്ഷമുണ്ട്. 3000 കൊല്ലം പഴക്കണ്ട ചെടിക്ക്, അതിപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതവിടെ ഉണ്ട്. അവിടെ ഒരു ചർച്ചാണ്, ക്രിസ്ത്യാനികളാണ് ആ ഏരിയ കൈയടക്കിയത്. സെന്റ് കാതറീൻ ചർച്ച് എന്നാ പറയാ. അതൊക്കെ അവിടെ ഉണ്ട്. അത് പോയി കണ്ടവരൊക്കെ ചിലപ്പോൾ സദസ്സിലുണ്ടായിരിക്കും. ഞാൻ പോയി കണ്ടു. വളരെ മനോഹരമാണ്. മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോയ ഒരു പ്രദേശമാണ് അതൊക്കെ. അള്ളാഹുമായി സംസാരിച്ച പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ചെന്ന് കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസക റബ്ബേ, നിന്റെ മഴ വേണം റബ്ബേ എന്ന് ചോദിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. മഴ വേണം റബ്ബേ. വൻഷുർ അലൈനാ റഹ്മതക, നിന്റെ കരുണ വേണം റബ്ബേ. വർഹംനാ ബിൽ അത്ഫാലിർ റുദ്ദഇ, പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങളെ വെച്ച് ചോദിക്കുന്നു റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം. വൽ ബഹായിമിർ റുത്തഇ, മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെയും വെച്ച് ചോദിക്കട്ടെ റബ്ബേ. വശുയൂഖിർ റുക്കഇ, പ്രാർത്ഥനകളിലായി നിലകൊള്ളുന്ന എത്രയോ പ്രായാധിക്യമുള്ള ആളുകളുണ്ട്, അവരെയും മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം. ആകാശത്ത് മേഘപടലം പോലും കാണുന്നില്ല. ചൂട് കൂടുകയല്ലാതെ മറ്റൊന്നുമില്ല. ചൂടങ്ങ് കൂടി. മൂസാ നബി ചോദിച്ചുവല്ലോ റബ്ബേ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? മാ സാദത്തിസ് സമാ ഇല്ലാ ആകാശത്ത് ഉഷ്ണമല്ലാതെ മറ്റൊന്നും വർഷിക്കുന്നില്ല. ചൂടേ വരുന്നുള്ളൂ, മഴ വരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു റബ്ബേ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? ചോദിച്ചു റബ്ബിനോട്. അല്ലാഹുവിന്റെ മറുപടി വന്നു, വഹി വന്നു, നബിയല്ലയോ യാ മൂസാ, മൂസാ നബിയേ, കൈഫ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ മഴ തരുന്നത്? വഫീകും റജുലുൻ യുബാരിസുനി ബിൽ മഅസിയ മിൻ 40 സന, 40 വർഷമായി സ്വകാര്യമായി കള്ളുകുടിക്കുന്ന ഒരു കള്ളുകുടിയൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ മഴ തരുന്നത്? 40 കൊല്ലമായിട്ട് കള്ളുകുടി, 40 വയസ്സായ പിന്നെ സീരിയസ് ആയിട്ട് മനുഷ്യൻ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഉലമ എപ്പോഴും പറയുന്നത്. 40 കഴിഞ്ഞിട്ടും ഈ കുട്ടികളെ തീർന്നിട്ടില്ലെങ്കിലേ മരിക്കുമ്പോൾ കലിമ കിട്ടാൻ പ്രയാസാവുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 40 കഴിഞ്ഞിട്ട് ഇങ്ങനെ റൺസണ്ടി നടക്കണം. ഇവർക്ക് ഇപ്പോഴും പണി അതാണ്. കുട്ടികൾ, ചെറുപ്പക്കാര് കുട്ടികളെ കൂടെ നടന്നിട്ട് എന്ത് ചെയ്യാ? കളി എന്തായി, മറ്റേ കളി എന്തായി, ഇതായി, പുതിയ സിനിമ എന്താ, പുതിയ സീരിയലിന്റെ വൃത്താന്തങ്ങൾ എന്താ, ഇങ്ങനെ ആഭാസങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. 40 കഴിഞ്ഞവരാണ്. ഡേഞ്ചറാണ്. എന്റെ മുമ്പിലുള്ളവർക്കും പറ്റിയിട്ടല്ല. 40 കഴിഞ്ഞ എന്തായാലും ഏർപ്പാടൊക്കെ നിർത്തണം എന്നാണ്. എന്തായാലും നിർത്തണം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഒരു ദിവസമായി കണക്കാക്കിയ ളുഹറും അസ്റും കഴിയുന്ന നേരാണ് 40.
ഒരു 65-70 ആവുമ്പോൾ മഗ്രിബാവും. അപ്പൊ അസർ കഴിഞ്ഞാൽ പിന്നെങ്കിലും പെരേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കണം. പിന്നെ ഖബറിലേക്ക് ഇരുട്ടിലേക്ക് മഗ്രിബായ പിന്നെ ഇരുട്ടായി ഒരുങ്ങി നിൽക്കണം. 40 കൊല്ലമായിട്ട് മൂസ നബിയെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാതെ നിങ്ങൾക്ക് ഞാൻ മഴ തരികയില്ല. അല്ലാഹുവിന്റെ വഹി വന്നു. അതുകൊണ്ടാണ് ചിലരുടെ തിന്മ കൊണ്ട് വലിയ നന്മകൾ ഒരുപാട് ആളുകൾക്ക് അല്ലാഹു ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ ഒരാളിന്റെ തെറ്റായിരിക്കും. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ 12,000 വരുന്ന ആളുകളാണ്. അല്ലാഹുവേ ഞാൻ ദുർബലനാണ്, എന്റെ ശബ്ദവും ദുർബലമാണ്. എനിക്ക് ഇന്നെ തന്നെ ഓർമ്മ വരാം. ചിലപ്പോൾ ഉസ്താദ്മാർക്ക് ഈ മൈക്കൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. നമ്മൾ കുറച്ച് ലൈഫായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോട് നന്നാക്കണം എന്ന് പറയുന്നത്. നമ്മൾ വിഷമം വിചാരിക്കരുത്. നമ്മൾ ആൾക്കാർ തന്നെയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ചീത്ത അറിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇതാണ് കള്ളാതെന്നാണ് വിചാരിക്കും. അത്രയും നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. എത്ര ഉഷാർ കൂടുന്നു അത്രയ്ക്ക് നമുക്ക് വേദന പറയാനൊരു രസം വരും. മൂസ നബി പറയാണ്, റബ്ബേ എന്റെ ശബ്ദം ദുർബലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ സ്വഹാബി, അവരുടെ പ്രിയപ്പെട്ട വാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മൂത്താപ്പ അബ്ബാസ് എന്നവർ റളിയല്ലാഹു അൻഹു 2 മൈൽ അപ്പുറത്തേക്ക് കേൾക്കുമായിരുന്നു. ഒരു മൈക്കില്ലാതെ പറഞ്ഞാൽ 2 മൈൽ അപ്പുറത്തേക്ക്. എന്തായിരിക്കും ആ ശബ്ദല്ലേ? 2 മൈൽ എന്ന് പറഞ്ഞാൽ എത്രയും 3 കിലോമീറ്ററിന്റെ അടുത്തായില്ലേ? 3 കിലോമീറ്ററിന്റെ മീതെയാവും 2 മൈൽ എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചാൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ കേൾക്കുമായിരുന്നു. അത്രക്ക് ശബ്ദമുണ്ടായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ എങ്ങനെ ശബ്ദം കുറഞ്ഞു ഇന്നെ പോലത്തെ വൈഫ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹുവേ 12,000 ആളുകളെ എനിക്ക് എങ്ങനെ കേൾപ്പിക്കാൻ കഴിയും? എന്റെ ശബ്ദം ദുർബലല്ലേ? മൂസ നബിയെ അത് ആലോചിക്കണ്ട, നിങ്ങളങ്ങ് വിളിച്ചു പറഞ്ഞോളൂ. അലൈന, ഞാൻ ഏറ്റെടുത്തു. അല്ലിബില, എത്തിച്ചു കൊടുക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം മിമ്പറിൽ കയറി ഒരു വാക്ക് പറഞ്ഞു. 40 കൊല്ലമായി അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത് ജീവിക്കുന്ന ഈ 12,000 നിൽക്കുന്ന മനുഷ്യ, നിങ്ങൾ പുറത്തു പോവണം. നിങ്ങൾ പുറത്തു പോവാതെ നമുക്ക് മഴ ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് മൂസ നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞത് 12,000 ആളുകളും കേൾക്കുകയുണ്ടായി. 12,000 ആളുകളും കേട്ടു. ഈ തെറ്റ് ചെയ്ത ആളതിന്റെ ആളിങ്ങനെ നോക്കാൻ തുടങ്ങി. റബ്ബേ, ആരെങ്കിലും പോണുണ്ടോ? ആരും പോകുന്നില്ല. ഞാനിപ്പോ പോയാൽ ഈ 12,000 ഇടയിൽ ഞാൻ നാണം കെട്ടില്ലേ? ഞാൻ പോവില്ലെങ്കിലോ ഈ നാട്ടിൽ മഴ കിട്ടാതെ ഞങ്ങളൊക്കെ നശിക്കും ചെയ്യും. എന്താ റബ്ബേ ഞാൻ ചെയ്യാൻ? അദ്ദേഹം നോക്കി, ആരും പോകുന്നില്ല. അപ്പൊ ഇയാൾ ഉറപ്പിച്ചത് ഇതിനെ പറ്റിയാണ്. അദ്ദേഹം വസ്ത്രം കൊണ്ട് തലങ്ങ് മറച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ 40 കൊല്ലമായി നിനക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ട് എന്നെ മറച്ചു പിടിച്ച അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ചോദിക്കാനും മഴ ചോദിക്കാനും വന്ന ഈ നേരത്ത് തന്നെ നീ എന്നെ അപമാനപ്പെടുത്തുകയാണോ റബ്ബേ? നീ എന്നെ മറച്ചു വെച്ചവനല്ലേ? ആരാരും അറിയാതെ മറച്ചു വെച്ചില്ലേ റബ്ബേ? അല്ലാഹു വലിയ ഹലീമാണ്, വലിയ ക്ഷമയാണ് അല്ലാഹു. 3 പ്രാവശ്യം തെറ്റ് ചെയ്യാതെ 4ാമത്തെ തവണയെ അല്ലാഹു തആല പിടിപ്പിക്കുള്ളൂ എന്നാ. ചിലർ പറയില്ലേ, ആദ്യമായിട്ട് കട്ടതാണ്, അങ്ങനെ പെട്ടതാണ്. അങ്ങനെ ഇല്ല. 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴേ 4ാമത്തെ പ്രാവശ്യം ഇത് സംഭവിക്കുള്ളൂ എന്നാ. കാരണം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാളെ കൊണ്ടുവന്ന് മോഷണ ശിക്ഷക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, ഫാറൂഖ് എന്നവരെ, ജീവിതത്തിൽ ഞാൻ ആദ്യമായി മോഷ്ടിക്കുകയാണ്, എന്റെ കൈമുറിക്കരുത്, ഒരു മാപ്പ് തരണം. ഉമർ തങ്ങൾ പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, നുണ പറയല്ലേ. മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യസ്തുറു അലാ അബ്ദിഹി 3 മററാത്തിൻ, 3 പ്രാവശ്യം വരെ അല്ലാഹു ഒരു മനുഷ്യന്റെ തെറ്റുകൾ മറച്ചു വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലാ പിന്നെ അല്ലാഹു പബ്ലിക്കാക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ ആദ്യത്തെ കുറ്റമല്ല ഇതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഫഖതഅ യദഹു, കൈ മുറിക്കേണ്ട കേസായതുകൊണ്ട് ആ ശിക്ഷ നടപ്പാക്കി ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു വലിയ ഹലീമാണ്, ക്ഷമയുള്ളവനാണ് അല്ലാഹു. യുംഹിലുനാ വലാ യുഹ്മിലുനാ, അല്ലാഹു നമ്മളെ മറന്നുപോയത് കൊണ്ടല്ല, കുറച്ച് നേരം അല്ലാഹു ഇങ്ങനെ തരും, നന്നാവാൻ അവസരം തരും.
അല്ലാഹുവേ 40 കൊല്ലമായി എന്നെ മറച്ചു പിടിച്ച് നീ ഈ 12,000 ആളുകളെയും കൊണ്ട് മഴ ചോദിക്കാൻ, നിന്റെ കരുണ ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ട, നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ ഞാൻ പുറപ്പെട്ട ഈ നേരത്ത് നീ എന്നെ വഷളാക്കല്ലേ തമ്പുരാനെ എന്ന് ആ തിന്മ ചെയ്ത മനുഷ്യൻ ആലോചിക്കുകയും ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്തു. മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. ഏതുപോലെ എന്നറിയുമോ? ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മഴ പെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ചെറിയൊരു കുന്നുംപുറത്താണ്. ഫലസ്തീനിലല്ല, അഖ്സയിലല്ല, ഫലസ്തീനിലല്ല. ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഫലസ്തീനിൽ നിന്ന് നമ്മൾ ചാവകടലിലേക്ക് വരുന്ന ഒരു ജോർഡാനിലേക്ക് വരുന്ന റൂട്ടുണ്ട്. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ, ഒരു കുന്നിൻ പുറത്ത്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പോ മഖ്ബറത്തു സയ്യിദിനാ കലീമില്ലാഹി മൂസ അലൈഹിസ്സലാം. ഹബീബായ തങ്ങൾ മിഅ്റാജിന് പോയപ്പോ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസാ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻദൽ കതീബിൽ അഹ്മർ, ആ ഒരു ചമന്ന കുന്നുകൾക്ക് താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയോ? മഹത്തുക്കളെ പോയി സന്ദർശിക്കലും ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ പറ്റാത്തവരെ വഫാത്തിന്റെ ശേഷമെങ്കിലും പോയി അവരോട് സലാം പറയാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ. മിഅ്റാജിന് പോയപ്പോ ഇസ്രാഇന്റെ യാത്രയിൽ തങ്ങൾ കണ്ടു മൂസാ നബിയുടെ ഖബർ. അപ്പോഴേ തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് മൂസാ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ഖുദ്സിന്റെ പുറത്താണുള്ളത് എന്ന്. ജെറൂസലേമിന്റെ പുറത്താണ്, ദൂരെയാണ്. ജെറൂസലേമിൽ നിന്ന് 30-35 കിലോമീറ്റർ ഏകദേശം തോന്നുന്നു. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ആ മഹാനവറുകൾ അവിടെ കിടക്കുകയാണ്. എന്തൽ കതീബിൽ അഹ്മർ, തങ്ങൾ പറഞ്ഞ ചമന്ന നിറമുള്ള മണ്ണിന്റെ കുന്നുകളാണ് അവിടെ ചുറ്റുഭാഗത്തുള്ളത്. അങ്ങനെ താഴേക്ക് ഭൂമി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ചാവുകടൽ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന്, നിരപ്പിൽ നിന്ന് 300 അടി താഴെ കിടക്കുന്ന കടലാണ്. താഴ്ഭാഗത്തേക്കാണ്. ആ താഴ്ഭാഗം തുടങ്ങുന്നിടത്ത് ഏകദേശം അതിന്റെ പരിസരത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, മഴങ്ങ് പെയ്തില്ലേ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ദുആ നിർത്തുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കണ പോലെ. യാ റബ്ബ്, നബി ചോദിച്ചു, എന്താ പഠിച്ചോനെ? 40 വർഷം നിനക്ക് തെറ്റ് ചെയ്ത ഒരാൾ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളും പുറത്തു പോകുന്നതിന്റെ മുമ്പ് നീ ഞങ്ങൾക്ക് മഴ തന്നല്ലോ റബ്ബേ, ഇത് എന്താണ് സംഭവം? അല്ലാമ ഇബ്നു ഖുദാമ കിതാബു തവ്വാബീനിൽ ഈ സംഭവം വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. നബിയോട് അല്ലാഹുവിന്റെ മറുപടി, മുതിർതും ബില്ലദീ മുനിഅതും ബിഹി, ആര് കാരണമായിരുന്നോ നിങ്ങൾക്ക് ഞാൻ മഴ പിടിച്ചു വെച്ചത്, ആ മനുഷ്യൻ കാരണം നിങ്ങൾക്ക് ഞാൻ മഴ തരികയാണ്. അയാള് തൗബ ചെയ്ത് മടങ്ങി. മൂസാ നബിയെ, ആ മനുഷ്യൻ ചിന്തിച്ചു, റബ്ബേ നീ എന്നെ മാനം കെടുത്തല്ലേ, അപമാനിക്കല്ലേ, വഷളാക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. മൂസാ നബിയെ, ആ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മഴ തരികയാണ് പറഞ്ഞപ്പോ മൂസാ നബി ചോദിച്ചു, റബ്ബേ ആ ഒരു നല്ല മനുഷ്യനെ നീ എനിക്ക് കാണിച്ചു തരുമോ? നിനക്ക് 40 കൊല്ലം തെറ്റ് ചെയ്ത് ഇവിടെ വെച്ച് തൗബ ചെയ്തപ്പോൾ നീ സ്വീകരിച്ച ആ ഒരു മനുഷ്യനെ ഒന്ന് അറിയിച്ചു തരുമോ? ആരാണെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ മറുപടി വരികയാണ്, മൂസാ നബിയേ, മൂസാ നബിയേ, ലം അകുല്ലി അഫ്ളഹു വഹുവ യഅ്സീനി ഫകൈഫ അഫ്ളഹു വഹുവ യുതീഉനി. തിന്മ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, എനിക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അയാളെ അപമാനിച്ചിട്ടില്ലല്ലോ മൂസാ നബിയെ. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. തിന്മ ചെയ്യുമ്പോൾ ഞാൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ആ മനുഷ്യൻ എന്നിലേക്ക് നന്നായി വന്നിരിക്കെ, നന്മ ചെയ്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞിരിക്കെ ഞാൻ അയാളെ നാണം കെടുത്തുമോ? തിന്മ ചെയ്തപ്പോൾ ഞാൻ നാണം കെടുത്താത്ത ആ മനുഷ്യനെ ഇപ്പോൾ ഞാൻ നാണം കെടുത്തുമോ? മൂസാ നബിയെ, ഞാൻ പറഞ്ഞു തരില്ല എന്ന് അല്ലാഹു ഹബീബായ മൂസാ നബിയോട് പറഞ്ഞത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഹദീസുകളിലുണ്ട്. തിന്മ ചെയ്തപ്പോ ഞാൻ മാനം കെടുത്തിയിട്ടില്ല, ഇപ്പൊ നന്നായില്ലേ, ഇനി ഞാൻ മാനം കെടുത്തുമോ? അങ്ങനെയാണ് ജനങ്ങളിപ്പോ ചോദിക്കണതേ. അധികം അങ്ങനെ ആയിരിക്കും. പണ്ട് തെറ്റ് ചെയ്ത ആളാണല്ലേ, നമ്മൾ അങ്ങനെ ആലോചിക്കുക. ഇയാള് പണ്ട് അങ്ങനെയാന്ന്, ഇപ്പൊ നന്നായിട്ടുണ്ട്. അങ്ങനെയല്ല. ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ നാട്ടുകാര് പഴയ കഥ പറയാം. നന്നായിട്ട് വല്ല കാര്യം പണ്ട് തട്ടിക്കൊണ്ടേതല്ലേ പെൺകുട്ടിനെ, അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേ. അതൊക്കെ ചിലപ്പോ അല്ലാഹു കൊണ്ട് പുറത്തു കൊടുത്ത് ഇയാൾ തൗബ ചെയ്ത് മടങ്ങിയെങ്കിലോ നാട്ടുകാര് മറക്കൂല. അല്ലാഹു മറക്കുന്നതാണ്, അല്ലാഹു പുറത്തു തരുന്നതാണ്.
തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ റബ്ബിന് ഇഷ്ടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുകയോ തിന്മകൾ ചെയ്യുകയോ ചെയ്തതിന്റെ ശേഷം അല്ലാഹുവിനെ ഓർമ്മ വരികയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവർ, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപികൾക്ക് പുറത്തു കൊടുക്കുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരാണ്? വലം യുസിറു അലാ മാ ഫഅലു, ചെയ്തു പോയ തെറ്റുകൾ നിരന്തരം കൊണ്ടു നടക്കാതെ ഒരു തെറ്റുപറ്റി പക്ഷെ അവർ തൗബ ചെയ്ത് മടങ്ങി. അങ്ങനെ തൗബ ചെയ്ത് ഉടനെ മടങ്ങുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അറിഞ്ഞുകൊണ്ട് തിന്മ നിരന്തരം ചെയ്യരുത്. തിന്മ ഒരു ഹാബിറ്റായി കൊണ്ട് നടക്കുക, അങ്ങനെ ചെയ്യരുത്. തിന്മ സംഭവിച്ചു ഉടനെ നന്മ ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസ്. യബ്ന ആദം, ആദമിന്റെ സന്തതിയെ മനുഷ്യ എന്ന് അല്ലാഹു തആല വിളിക്കുന്നു. മനുഷ്യ, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഇല്ലാ ഗഫർതു ലക മാ കാന മിൻക വലാ ഉബാലി. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും എന്നോട് തൗബ ചെയ്ത് പാപമോചനം ചോദിച്ച് നീ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നിനക്ക് ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നു. അല്ലാഹു പുറത്തു തരും, അല്ലാഹു പുറത്തു തരും. അമ്മായിമ്മ പുറത്തുനിന്നില്ല, അല്ലെങ്കിൽ അമ്മൂഷൊക്കെ പുറത്തുനിന്നില്ല എന്ന് വരും. അല്ലാഹു പുറത്തു തരും, അല്ലാഹു പുറത്തു തരും. മാ റജൗതനി, എന്നെ നിനക്ക് ആഗ്രഹിക്കുകയും എന്നെ നീ സ്നേഹിക്കുകയും ചെയ്ത് എന്നോട് പാപമോചനം ചെയ്താൽ നിനക്ക് ഞാൻ പുറത്തു തരും. യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, നിന്റെ പാപം അട്ടികളായി ആകാശത്തോളം ഉയർന്നു എന്നിരിക്കട്ടെ. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപമോചനം ചോദിക്കുകയാണെങ്കിൽ ഗഫർതു ലക, നിനക്ക് ഞാൻ പുറത്തു തരും. അല്ലാഹുവിനെ പറയാൻ കഴിയൂ. മനുഷ്യന്മാർ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ ശരി പോയിക്കോന്ന്, അടുത്ത തെറ്റ് മാപ്പാക്കണം. എന്ത് മാപ്പ്? ഇതൊരു ജോലിയാണല്ലേ. രണ്ടാമത്തെ തെറ്റിൽ മനുഷ്യന്മാർ ജോലി പിരിച്ചുവിടും. ഇങ്ങനെയാണ് മനുഷ്യന്മാർ, അത്രയാണ്. അല്ലാഹു വലിയ ക്ഷമയാണ്, ചോദിക്കും തോറും പുറത്തു തരുന്നവൻ. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅനാ അഗ്ഫിറു ദുനൂബ ജമീഅ, രാവിലും പകലിലും തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുന്നവനാണെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ പാപമോചനം ചോദിക്കിൻ, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി റബ്ബിനോട് പാപമോചനം ചോദിക്കിൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു പുറത്തു തരട്ടെ. തവല്ല ബിമാഇ തൗബതിൽ യൗമ നാദിമൻ ബിഹി തർഖ അബ്വാബൽ ജിനാനി ഥമാനിയ. തൗബയുടെ വെള്ളം കൊണ്ട് കഴുകി നീ ഒന്ന് വുദുവെടുക്ക്, തൗബയുടെ വെള്ളം കൊണ്ട് വുദുവെടുക്ക്. എന്നാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലേക്ക് ഉയരാൻ അല്ലാഹു നിനക്ക് തൗഫീഖ് തരുമെന്ന് കവി പറഞ്ഞ പോലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ബനു ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്തു, പക്ഷേ അയാൾ ഒരൊറ്റ നന്മയാ ചെയ്തത്. ഒന്നുമില്ല, അയാൾ വിശ്വസിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ കലിമ ചൊല്ലി വിശ്വസിക്കുന്ന പോലെ ആ കാലഘട്ടത്തിലെ പ്രവാചകനെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ലെന്നും ആ കാലഘട്ടത്തെ നബി ആരാണോ അവർ നിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിച്ചു റബ്ബേ. ഷഹാദത്തായി മുസ്ലിമാണ് എന്നല്ലാതെ ഒരു തിന്മ പോലും ഒഴിവാക്കാത്തൊരു മനുഷ്യന്റെ കഥ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, വിശുദ്ധമായ ഹദീസിലുണ്ട്. അയാൾ ചെയ്യാത്ത തെറ്റില്ല എന്നാ, എല്ലാ തെറ്റും ചെയ്തു. അങ്ങനത്തെ ഇവിടെ ഉണ്ടോ? എല്ലാ തെറ്റും ഉണ്ടാവില്ലല്ലോ. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെരിങ്കണ്ണൂർ അങ്ങോട്ട് പറയല്. അല്ലാഹുവേ,
നമ്മളെ ഈ സ്ഥലമൊക്കെ നമുക്ക് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളാണ് തന്നത് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾ ചെയ്ത നന്മ അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കതിന് പ്രതിഫലം അള്ളാഹു ഈ ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഹിദായത്തിന്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥലം കിട്ടി വലിയൊരു റാഹത്തല്ലേ? നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു അടുപ്പവും ബന്ധവും സ്നേഹവുമാണ് ഇതിന്റെ അടയാളം. അള്ളാഹു ഈ ബന്ധം എന്നും ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സന്തോഷം. ഞാനത് വരുന്നതിന്റെ മുമ്പേ അറിഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ് ഈ പരിപാടിക്ക് വേണ്ടി വളരെ സഹകരിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഈ സ്ഥലം ഇവിടെ ഒരുക്കി തന്നത്. വളരെ സന്തോഷം. ഈ ഒരു മാതൃക നമ്മുടെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ ഭാരതത്തിലും ലോകത്തെമ്പാടും മാതൃകയാക്കാവുന്ന ഈ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ഈ മാതൃക അള്ളാഹു ലോകത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ കഥാപുരുഷൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. കള്ളുകുടിയും വ്യഭിചാരവും തോന്നിവാസവും എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരമായപ്പോ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ അയ്യ അബിൻ കുൻതുലക്കും, ഞാൻ ഇങ്ങനത്തെ വാപ്പയായിരുന്നു മക്കളെ. വാപ്പ മരിക്കല്ലേ, വാപ്പാനാ നേരത്തെ ടോർച്ചർ ചെയ്യാൻ പാടില്ലല്ലോ. ഖൈറ അബ്, വാപ്പ നിങ്ങൾ നല്ല വാപ്പയായിരുന്നു. ആര് പറഞ്ഞു? മക്കളൊക്കെ പറഞ്ഞു. ഖൈറ അബിൻ, നല്ല വാപ്പയായിരുന്നു. ഇത് മരിക്കുന്നതിന് മുമ്പ് മക്കള് പറയണം വാപ്പാനെ പറ്റി, വാപ്പ നല്ല വാപ്പയായിരുന്നു. മരിക്കുമ്പോ പിന്നെ അങ്ങനെ വാപ്പാനെ ടെൻഷൻ ആക്കണം എന്ന് വിചാരിക്കും. ഖൈറ അബിൻ. വാപ്പ പറഞ്ഞു, മക്കളെ വാപ്പാക്ക് അങ്ങനെ തോന്നുന്നില്ല, വാപ്പാക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു നന്മയും ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. അല്ലാഹു ഒരുവനാണ്, അവനാണ് ദൈവമെന്നൽ വിശ്വസിച്ചതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മക്കളെ എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം നിങ്ങൾ തീ വെച്ച് കത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കരിയായി മാറുന്നവരെ നിങ്ങൾ എന്റെ ശവശരീരം കത്തിച്ചു കളയണം. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? ഹൈന്ദവ സഹോദരങ്ങൾ ചില വിഭാഗങ്ങളൊക്കെ മയ്യത്ത് കത്തിക്കുന്നത് വലിയ വിഷമം തോന്നും. എന്തോ ഒരു വിഷമം തോന്നും. മയ്യത്തല്ലേ? നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിച്ചിരിക്കുന്ന ഒരു മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന ഒരാളെ കൈപിടിച്ചൊടിച്ചാൽ വേദനയാവോ? മരിച്ച മയ്യത്തിനും അത് വേദനിക്കുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അംഗവിച്ഛേദം ചെയ്യരുത് എന്നൊക്കെ പറയാൻ കാരണം, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്തനുഭവിക്കാൻ കഴിയുന്നത് മരിച്ച ആൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് ആകാശ ലോകത്ത് നിന്ന് വിവരം കിട്ടുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ കലാഭവമണി മരിച്ചപ്പോഴത്തുള്ള ഒരു റീസെന്റ് ഒരു സെലിബ്രിറ്റി അല്ലെ, സങ്കടം തോന്നും. എന്തിനാ ഈ കത്തിച്ച് കളയണത്? ഒരു ഖബർ കുഴിച്ചു അത് മണ്ണിലേക്ക് വെച്ചൂടെ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ. അന്തരീക്ഷത്തിന് പൊല്യൂഷൻ ഇല്ല, ചെലവില്ല, കുറെ നെയ്യൊഴിക്കണ്ട, കുറെ ചന്ദനം മരം ചെലവാക്കണ്ട. എന്തിനാണ് ഒരു മയ്യത്തിനെ അനാദരവ് ചെയ്യല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. അവരോടൊക്കെ ഹിന്ദു സഹോദരങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് ഒരു വിഷമം തോന്നാറുണ്ട് കാണുമ്പോൾ. റബ്ബേ, ഒരു പച്ച മനുഷ്യനെ എന്തിന് കത്തിക്കണം? എന്തിനങ്ങനെ ചെയ്യണം? ആദരവോടുകൂടെ ഇസ്ലാമിന്റെ സിസ്റ്റം നോക്കണേ. മരിച്ചു കഴിഞ്ഞാൽ ഏത് കുളിക്കാത്താണെങ്കിലും പോയി കുളിപ്പിക്കും അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ കുളിക്കാതെ നടക്കുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഏതൊരുത്തനെ പിടിച്ചോണ്ട് വന്നിട്ട് ഒരു യാചകനായി വന്ന ഒരാളെ കഥ പറയാറുണ്ട്. ഇങ്ങനെ എന്നിട്ട് നാട്ടിലത്തെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ പിരിവിട്ടുകൂടി മൂപ്പരൊന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. പുഴയിൽ കൊണ്ടുപോയിട്ട് ചളി പിടിച്ച് കിടന്നിട്ട് കുളിപ്പിക്കാൻ കൊണ്ട് പുഴയിൽ എന്തോ സോപ്പൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് 2-3 ചെറുപ്പക്കാർ വെള്ളത്തിൽ ഇറക്കിയിട്ട് വണ്ടി കഴുകണ പോലെ ഇയാളെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സോപ്പൊക്കെ ഒരച്ചൊരച്ച് വന്നപ്പോൾ ഒരുത്തം വിളിച്ചു പറഞ്ഞിട്ട് ആ വെളുത്തു വരുന്നുണ്ട്. വെളുത്തു വരുന്ന പറയുമ്പോൾ അതിന് ഉള്ളിൽ കിട്ടുന്ന ബനിയന്റെ കളറാണ് കണ്ടത്. അപ്പൊ കുളിച്ച് ജീവിതത്തിൽ കുളിക്കാത്തവനെ മരിച്ചാൽ കുളിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മയ്യത്ത് കുളിപ്പിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി. ഹാനൂത്ത് എന്ന് പറഞ്ഞാൽ സുഗന്ധം. അന്ന് കിട്ടുന്ന സുഗന്ധം അതാണ്. എത്രയും നല്ല സുഗന്ധമായി മയ്യത്തിന് നല്ല വൃത്തിയിൽ മറവ് ചെയ്ത് അന്തസ്സിൽ കുഴി കുഴിച്ച് ഒരു മൃഗത്തിന് മാന്തിയെടുക്കാൻ പറ്റാത്ത ആഴമുള്ള ഖബറിൽ ഖബിലായിലേക്ക് തിരിച്ച് അന്തസ്സിൽ കിടത്തി മേലെ ഉരുടീസ് കല്ല് വെച്ച് മയ്യത്തിന്റെ മീത മണ്ണ് വീഴാത്ത രീതിയിൽ അടച്ചു വെച്ച് മനോഹരമായി അവർക്ക് ദുആ ചെയ്തുകൊണ്ട് പോരാണ്. ഈ ഒരു റാഹത്ത് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ പലർക്കും കിട്ടാതെ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാം. ഇന്ന് മനുഷ്യനെ ആദരിക്കണ്ടേ? വിശ്വാസങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ
ഈ കരിച്ചു കളയുന്ന ഏർപ്പാട് എന്തൊരു വിഷം. റബ്ബേ, ഒരു മയ്യത്തിനെ ദുന്യാവിൽ നരകം കൊടുക്കണ പോലെയല്ലേ അത്? ആലോചിച്ച് നോക്കി എത്രമാതിരി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ സിസ്റ്റം ഒഴിവാക്കാനോ മാറ്റാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്. പക്ഷേ എൻ്റെ ഒരു വിഷമം വരെ ഇവിടെ എന്ത് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, വസിയത്ത് ചെയ്തോലും മരിച്ചാൽ മറവ് ഇതൊക്കെയാണ് കാണാൻ വയ്യ. അല്ലാ, വിഷമാണത്. ഇയാളിങ്ങനെ പറഞ്ഞു എന്നാ ഈ മനുഷ്യൻ പേടി കൊണ്ട് അള്ളാനെ പേടിച്ചിട്ട് പറഞ്ഞതാ. റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ എത്തിപ്പെട്ടാൽ വിഷമല്ലേ, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഇയാൾ വസിയത്ത് ചെയ്യാൻ, ഞാൻ മരിച്ചാൽ മറവ് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? വാപ്പ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചു എന്നല്ലാതെ ഒരു പണി പിന്നെ അതിനപ്പുറത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കത്തിക്കുകയും കരിക്കുകയും ചെയ്യണം. ഹത്താ അസ്വീറ ഫഹ്മൻ, ഞാനൊരു കരിയായി മാറുന്നവരെ. എന്നിട്ട് എന്റെ പൊടി നിങ്ങൾ വിതരണം. അല, നിങ്ങൾ വിതരണം. മഅൽ ജിബാൽ സുമ്മ ദറൂനി മഅർ റീഹി, കാറ്റ് വരുമ്പോൾ നിങ്ങൾ എന്റെ ആ ശവത്തിന്റെ പൊടിയെടുത്ത് നിങ്ങളെ ഭസ്മമാക്കി നിങ്ങളത് പറത്തിക്കളയണം. മക്കൾ വാപ്പ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അത്രയും അന്തല്ലാത്ത മക്കളായിരിക്കും ചിലപ്പോ. അവര് വാപ്പ പറഞ്ഞ പോലെ എന്നാ കത്തിക്കുക, വാപ്പ അങ്ങനെയല്ലേ പറഞ്ഞത്. വാപ്പയെ കത്തിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് നിനക്കറിയുമായിരുന്നില്ലേ? അന്നി അസ്തുറുൽ ഐബ വഅഗ്ഫിറുദ് ദംബ, പാപങ്ങൾ പൊറുക്കുകയും മോശപ്പെട്ടത് മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ് ഈ സ്രഷ്ടാവെന്ന് നിനക്ക് എന്നെ പറ്റി അറിയുമായിരുന്നില്ലേ? യാ റബ്ബ്, അല്ലാഹുവേ, ഖിഫ്തുക വഖശീതു ദുനൂബി, എനിക്ക് നിന്നെ പേടിയാവുകയും എന്റെ പാപങ്ങളോർത്ത് ഭയക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹത്തിന്റെ മറുപടി. എന്താ മറുപടി? നിന്നെ പേടിച്ചത് കൊണ്ടാണ് റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി വന്നു. എന്താണെന്നറിയോ? ഉഷ്ഹിദുകും യാ മലായികതി ബിഅന്നി ഖദ് ഗഫർതു ലഹു വഅദ്ഖൽതുഹുൽ ജന്നഹ്, മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, ഇയാൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും സ്വർഗപ്രവേശം നൽകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈമാൻ ഉണ്ടായതിന്റെ ശേഷം എന്നെ ഭയപ്പെടാനുള്ളൊരു മനസ്സ് ഇയാൾക്ക് വന്നുവല്ലോ. എന്നെ പേടിച്ചുകൊണ്ടല്ലേ ചെയ്തത്, എന്നെ ഭയപ്പെട്ടത് കൊണ്ടല്ലേ അയാൾ ഇത് ചെയ്തത്. ആ ഭയം ഒരു പശ്ചാത്താപമായിരുന്നു. ഞാനത് സ്വീകരിച്ചു, ഞാനത് പുറത്തു കൊടുക്കുന്നു. ഇയാൾ സ്വർഗവാസിയാണെന്ന് അള്ളാഹു പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, നമ്മുടെ പ്രവാചകർ അന്ത്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഫലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് നമ്മുടെ റബ്ബ്, ഇതാണ് നമ്മുടെ റബ്ബ്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما, പാപങ്ങൾ ചെയ്തു പോവുകയും ശരീരത്തോട് അക്രമം ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ അള്ളാഹു പുറത്തു തരുന്നവൻ തന്നെയല്ലോ, അള്ളാഹു മാപ്പ് ചെയ്തു തരും. അതുകൊണ്ട് ഖൽബിനുള്ളിലേക്ക് നമ്മൾ നോക്കേണ്ടത് ഈ മനുഷ്യനുണ്ടായ പേടി പോലെ എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്തായിരിക്കുമെന്ന ഭയം, ഒരു പശ്ചാത്താപത്തിന്റെ തോന്നൽ നമ്മുടെ ഖൽബുകളിലുണ്ടോ? ഹൃദയത്തിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. $100 ദീനാറായിരുന്നു ആ പെണ്ണിന്റെ ഫീസ്. 100 ദീനാർ വ്യഭിചാരത്തിന് കാശ് പറഞ്ഞിരുന്ന ഒരു പെണ്ണ്. 100 ദീനാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയതാണ്. 100 ദീനാർ. എത്രയോ കാലം ഇബാദത്ത് ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ആ പെണ്ണിനെ പ്രാപിക്കണമെന്നും ഹറാമായ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും കൊതിച്ചുപോയി. അല്ലാഹു നമ്മുടെ ഖൽബുകളെ കാക്കട്ടെ, നമ്മുടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിന്മകൾ പലവിധമാണല്ലോ. അയാൾക്ക് അങ്ങനെ തോന്നി. ഇബാദത്ത് മാറ്റിവെച്ച് 100 ദീനാർ എന്നത് 100 സ്വർണ്ണ നാണയമാണ്, കുറച്ച് അധ്വാനിച്ചാലേ കിട്ടൂ. ആ ഒരു സ്വർണ്ണ നാണയം ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്ത് 100 സ്വർണ്ണ നാണയം ഉണ്ടാക്കി ഈ പെണ്ണിന്റെ മുമ്പിലേക്ക് വന്നു. ഇയാൾ വ്യഭിചാരമെന്ന തിന്മ ചെയ്യാൻ
ലാ തഖറബുസ് സിന, ഏതൊരു തിന്മയെ കുറിച്ചാണോ നിങ്ങൾ അരികത്തേക്ക് പോലും പോവല്ലേ എന്ന് പറഞ്ഞത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, മാലാഖമാർ വെറുക്കുന്ന, മുഅ്മിനീങ്ങൾ വെറുക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ കഠിന ശിക്ഷയുള്ള ആ ഒരു തിന്മ ചെയ്യാൻ ഇയാൾ കടന്നു വരുന്നു. വാതിൽ തുറന്നു കൊടുത്തു. ഈ പെണ്ണ് അറിയപ്പെടുന്ന കാനത്ത് ബഗിയൻ മിൻ ബഗായ, അറിയപ്പെടുന്ന വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണായിരുന്നു ആ പെണ്ണ്. 100 ദിർഹം കൊടുത്തു ഇയാള്. കൈ വിറച്ചുകൊണ്ട്, ആരാണ് ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യൻ, ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരാൾ, പക്ഷേ പിശാച് ഇയാളെ വഴിപിഴക്കുകയാണ്, പിഴപ്പിക്കുകയാണ്. മാ തറക്തു ബഅദീ ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ, എന്റെ കാലശേഷം എന്റെ പുരുഷന്മാർക്ക് കടുത്ത പരീക്ഷണമായി വരുന്നത് സ്ത്രീ സമൂഹമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണിന് 100 ദീനാർ കൈമാറുന്നു. സ്വർണത്തിന്റെ കട്ടിലിൽ അവൾ ഇരിക്കുന്നു. ആ മനുഷ്യനോട് അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. അരികത്തേക്ക് വരുമ്പോഴാണ് ഫജലസ ഫസഖത, ഇരുന്നവിടെ വീണു പോകുന്നു. ഇയാൾ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. തദക്കറ വഖൂഫഹു ബൈന യദയില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ ഒരു രംഗം ഇയാൾ ഓർത്തു പോകുന്നു. റബ്ബേ, നിന്റെ മുമ്പിലേക്ക് വരുന്നൊരു ദിവസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? പറഞ്ഞു, എനിക്ക് സാധ്യമല്ല, എനിക്ക് സാധ്യമല്ല, എനിക്ക് സാധ്യമല്ല. അപ്പൊ നിങ്ങളല്ലേ 100 ദീനാർ എനിക്ക് തന്നത്, അതിന്റെ ഫലമായി നിങ്ങളല്ലേ ഒരാസ്വാദനം പ്രതീക്ഷിച്ചത്? ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. 100 ദീനാർ നീ എടുത്തോ, ഞാൻ പോകട്ടെ, എന്നെ പോവാൻ അനുവദിക്കണേ, എന്നെ പോവാൻ അനുവദിക്കണേ, ഈ പണി ഞാൻ ചെയ്യില്ല എന്ന് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നൊരു മനുഷ്യൻ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു, പൈശാചികമായ ചില ദുർബോധനങ്ങൾ അവർക്ക് പോലും ഉണ്ടാകുന്ന രംഗങ്ങൾ വരും. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ തദക്കറു, അവർ അല്ലാഹുവിനെ ഓർക്കുകയും ഫഇദാഹും മുബ്സിറൂൻ, അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യും. ആ രംഗമാണ് ഇവിടെ സംഭവിച്ചത്. തോന്നി അങ്ങനെ തിന്മ ചെയ്യാമെന്ന്. ഉടനെ പേടിയായി, റബ്ബേ, എന്താണ് റബ്ബേ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്? അല്ലാഹുവേ, ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടിയാണോ റബ്ബേ എന്റെ പരലോകം ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്? വീണ് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയ അദ്ദേഹം, പെണ്ണ് പറഞ്ഞു, അവൾക്കും പേടിയായി തുടങ്ങി. അവള് പറഞ്ഞു, ഞാനും പശ്ചാത്തപിക്കുകയാണ്. നിങ്ങളെപ്പോലെ എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ തന്ന ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ വന്നിട്ടില്ല. അവളും കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, നിങ്ങൾ പോവല്ലേ? നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നെ വിവാഹം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോവേണ്ടത്. ഞാനിനി നിങ്ങളുടെ ഭാര്യയായിട്ട് ഒരു ഹറാമും ചെയ്യാതെ ജീവിക്കാം. നിങ്ങൾ എന്നെ ഭാര്യയായി സ്വീകരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും എന്നോട് പറയല്ലേ. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്, എന്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്നു. നാട്ടിലേക്ക് അദ്ദേഹം പോയി. നാളുകൾ കഴിഞ്ഞപ്പോ ഈ പെണ്ണ് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങി. വ്യഭിചാരത്തിലേക്ക് പോയിരുന്ന പെണ്ണ് അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ രസം കിട്ടി, അതിന്റെ ആനന്ദം കിട്ടി തുടങ്ങി. അവളെ ഓർത്തു നോക്കി, ഈ മനുഷ്യൻ എവിടെയാണ്? നാടന്വേഷിച്ച് കൂഫ വരെ യാത്ര ചെയ്തു. ആ പെണ്ണിന്റെ ലക്ഷ്യം ഇയാളെ വിവാഹം ചെയ്യലാണ്. നാട്ടിലേക്ക് ഇവള് വന്നു എന്ന വിവരം, ഇയാളുടെ പേരന്വേഷിച്ചുകൊണ്ടൊരു പെണ്ണ് രാജകുമാരിയെ പോലെ ആഭരണങ്ങൾ അണിഞ്ഞ് ആർഭാടത്തിൽ അതിസുന്ദരിയായൊരു പെണ്ണ് കൂഫയിലെത്തി എന്നറിഞ്ഞപ്പോ ഇയാൾക്ക് ഓർമ്മ വന്നു, റബ്ബേ, എന്നെ അന്വേഷിച്ചു വന്നതാണോ? ഇയാളുടെ വാതിൽക്കൽ വന്നപ്പോഴാണ് ആ പെണ്ണിനെ കണ്ട മാത്രയിൽ ഇയാളൊരു നിലവിളിയാണ്, ഒരട്ടഹാസമാണ്. ആ അട്ടഹാസത്തിൽ അയാൾ താഴെ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. റബ്ബേ, ഈ പെണ്ണ് ഇനിയും എന്നെ വിട്ടില്ലേ? ഈ പെണ്ണ് ഇനിയും എന്നെ ഒഴിവാക്കില്ലേ? ഈ പെണ്ണ് എന്നെ നശിപ്പിക്കാൻ വന്നോ റബ്ബേ എന്ന് പറഞ്ഞ് ആ ഒരു നിലവിളിയിൽ ഇതാ ഈ മഹാനായ മനുഷ്യന്റെ സാത്വികനായി മാറിയ പാപമോചനം ചോദിച്ചു വാങ്ങിയ ആളിന്റെ അന്ത്യശ്വാസം വലിയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരുദ്ദേശിച്ചിട്ടാണോ യാത്ര ചെയ്തു വന്നത്? അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. ചോദിച്ചു, ഇദ്ദേഹത്തിന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? പറഞ്ഞു, അബ്ദുൻ ഫഖീർ,
വളരെ ദാരിദ്ര്യമുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, പക്ഷേ വലിയ ദാരിദ്ര്യമാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ ഈ ജ്യേഷ്ഠനോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുകയാണെന്ന് പറയുകയും അയാളുടെ അനിയനെ കല്യാണം കഴിക്കുകയും 7 മക്കൾ അവർക്ക് ജനിക്കുകയും കുല്ലുഹും സ്വാലിഹൂൻ, ആ 7 മക്കളും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളുമായിരുന്നത്രേ. ആ ജ്യേഷ്ഠനോട് അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു മനുഷ്യനെ ഓർത്ത് അയാളോടുള്ള സ്നേഹം കാരണം, അയാളോടുള്ള ബഹുമാനം കാരണം ഇയാളുടെ സഹോദരനെ വിവാഹം ചെയ്തു ഈ പെണ്ണ്. എന്റെ മുഅ്മിനെ, തിന്മകളുടെ അവസരങ്ങളിൽ അള്ളാഹുവിന് ഓർമ്മ വരുന്നത് ഈമാനിന്റെ ഒരു അടയാളമാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹു ആ ഉൾക്കാഴ്ച നമുക്ക് നൽകട്ടെ. ശുദ്ധ റമളാനിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാനും ദിനങ്ങളാണ്, ഒരാഴ്ചയോളമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധ മാസം കടന്നു വരുന്നത് നമ്മയൊന്ന് ശുദ്ധിയാക്കി അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാനുള്ള സമയമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു വരുന്നു ബനൂ സഖീഫ് ഗോത്രക്കാർ. ബനൂ സഖീഫുകാർ ത്വായിഫിലായിരുന്ന ബഹുഭൂരിഭാഗം ആളുകളും. അവരുടെ കൂട്ടത്തിലുണ്ട് അബൂ മിഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്, നബി തങ്ങളുടെ കൂടെ വിശ്വസിച്ച ആളാണ്. അബൂ മിഹ്ജൻ അസ്സഖഫി അദ്ദേഹം മുസ്ലിം ആവുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമുണ്ടായിട്ടുള്ളൂ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് 24 മണിക്കൂറും കള്ളു കുടിച്ചിരുന്ന ആളാണ്. അപ്പൊ മുസ്ലിം ആയാൽ കള്ളു കുടിക്കാൻ പറ്റൂല. അള്ളാഹു അരുതെന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റൂല. ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്യാം, അരുതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തുകൂടാ. അതാണ് ഇസ്ലാം. ഇസ്ലാം ഡൂസ് ആൻഡ് ഡോൺസ് വളരെ ക്ലിയർ ആണ്. ഏത് നമുക്ക് പറ്റും, ഏത് പറ്റില്ല, ഏത് പറയാനൊക്കും പറയാനൊക്കില്ല, ഇത് വ്യക്തമാണ് ഇസ്ലാമിൽ. സുബ്ഹാനല്ലാഹ്. അബൂ മുഹ്ജൻ സഖഫിക്ക് ഒരൊറ്റ കുഴപ്പമുള്ളൂ, ആ കള്ളുകുടിയുടെ ശീലങ്ങ് പോയിട്ടില്ല. ഇടക്കൊന്നും എന്ത് ചെയ്യും, നമ്മളെന്താ പറയല്, ഇടക്കിങ്ങനെ മിന്നുന്നു, എന്താ പറയല്, ഒരൽപ്പം. അള്ളാഹു അത്തരം ദുശീലങ്ങളൊന്നും നമ്മുടെ നാടുകളിലൊന്നുമില്ലാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ടങ്ങ് കള്ളുടിയന്മാരായി മാറിയവരൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. പെൺകുട്ടികൾ കള്ളുടി തുടങ്ങുന്നപ്പോൾ പേടി. പെൺകുട്ടികൾ സിസ്റ്റർ വലിക്കാനും കള്ളുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ. ആ സംസ്കാരമാണ് നെറ്റിലൂടെ, വീഡിയോയിലൂടെ, സിനിമകളിലൂടെ, നമ്മുടെ TV ചാനലുകളിലൂടെ നമ്മുടെ വീടിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല വലിയ ഫിത്ന. ലോകത്ത് എന്ത് തിന്മയുണ്ടോ അടച്ചു വെച്ച നിങ്ങളുടെ വാതിലിനുള്ളിലേക്ക് TV സ്ക്രീനിലൂടെ, നിങ്ങളുടെ PC-യുടെ സ്ക്രീനിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരും. നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരും എന്ന് നമ്മൾ കാണണം. അതിൻ്റെ ഇടയിലൊക്കെ 1-ാം നമ്പർ മുസ്ലിമീങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിക്കുക. അത്രയാണ്. ഒരു മുസ്ലിം നന്നായാൽ ലോകത്ത് ഒരാൾക്കും ഒരു നഷ്ടം വരില്ല. സമാധാനമല്ലാതെ കൂടെയുള്ള നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, സഹജീവികൾക്ക്, മനുഷ്യർക്ക് എല്ലാവർക്കും സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മുടെ സംഘാടകർ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു ബക്കറ്റ് അല്ലേ, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കഴിവിന്റെ പരമാവധി സഹായം ചെയ്യണം. ഇവിടെ എൻ്റെ അടുത്ത് എൻ്റെ വകയുള്ളത് തരും ഇൻഷാ അല്ലാഹ്. ഇവിടെ ബോർഡ് ബിസ്മില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലാവരും കണ്ടറിഞ്ഞു കൊടുക്കണം. നമ്മൾ മഴയായതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ക്രൗഡല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത്. എന്നാലും കുറച്ചാൾക്കാരും മതി. നല്ലത് കുറച്ച് മതിയല്ലോ, കുറേയൊന്നും വേണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ശരിയാ. നമ്മളൊന്ന് സ്വലാത്തിൽ നിന്ന് ഉന്മേഷത്തിൽ എഴുന്നേറ്റ് നിന്നിട്ടിരിക്കല്ലേ. എന്നാ ഒന്ന് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ എഴുന്നേറ്റോളൂ. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. إن شاء الله. നമുക്ക് 15 ലക്ഷമാണ് നമ്മുടെ മുമ്പിൽ. 15 കോടിയോ 2 കോടിയോ ഒന്നും ഇല്ല, ആകെ 15 ലക്ഷം.
അതൊരു 30 ആൾ 50,000 വെച്ച് തരാനുള്ളവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായി. അതൊന്നും ആവില്ലേ? ഓരോരുത്തരും അവനവന്റെ കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു സ്ലിപ്പൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സംഘാടകർ എന്ത് ചെയ്യാ, നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയാലേ, എന്തെങ്കിലുമൊക്കെ ഒരാൾ എഴുതി തരണമെങ്കിൽ നമ്മുടെ ആ കോട്ടേഴ്സിന്റെ മൊത്തം അതിന് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഒന്നിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാളെ അൻവർ ഉസ്താദ് വരുന്നുണ്ട്, ഉദവി വരുന്നുണ്ട്. അപ്പോൾ നാളത്തെ ക്ലാസ്സിലോ ഒക്കെ വിതരണം ചെയ്തിട്ട് നമ്മുടെ മഹലിലെ എല്ലാ വീടുകളും എല്ലാവരും ഇവിടെ വന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയൊരു പ്രയാസമുള്ള പദ്ധതിയല്ല, നമുക്ക് വിജയിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ, അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ മുഹ്ജൻ അസ്സഖഫിയാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ ഒരു അസുഖം അതായിരുന്നു, കള്ളുകൂടി നിർത്താൻ വയ്യ. റമളാൻ മാസം വരെയാണ് 30, 29, 30 നോമ്പുകൾ നമുക്ക് കിട്ടും. സിഷർ വരെ നിർത്താൻ പറ്റുന്ന സമയമാണിത്. സ്മോക്കിംഗ് വരെ നിർത്താൻ പറ്റും. ദുശ്ശീലാണല്ലോ. ഇപ്പൊ ഹറാമോ കറാത്തോ എന്നുള്ള ചർച്ചയ്ക്കൊന്നും പോകണ്ട, ദുശ്ശീലമാണല്ലോ. ഖൈറും ഷെറും അല്ല വേർതിരിച്ചാൽ ഈ സിസർ വലിക്കുന്നത് ഖൈറിന്റെ കൂടെ പോവോ ഷെറിന്റെ കൂടെ പോവോ? ഇതിന്റെ കൂടെ പോവാ. ഖൈറാന്ന് പറയുന്നത് കൈ പൊക്കിയാട്ടെ. വലിയ വലിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ കൈ പൊക്കും ചിലപ്പോ. ഷെറാണ്, ഖൈറും ഷെറും. അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യനറിയാം ഏത് നന്മയാണ് ഏത് തിന്മയാണ്. 6 ദിവസം മുതൽ 21 ദിവസം വരെ നമ്മളൊരു കാര്യം സ്ഥിരമായി ചെയ്താൽ, സൈക്കോളജിസ്റ്റുകൾ അങ്ങനെ പറയാം, സ്ഥിരമായ ഒരു കാര്യം നമ്മൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് നമ്മുടെ ഹാബിറ്റാക്കി, നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഏതൊരു കാര്യം. 21 ദിവസം മതി. നമുക്ക് 29, 30 ദിവസമുണ്ട്. എന്നാ പിന്നെ ഓരോ റമളാനിലും ഓരോ ദുശ്ശീലങ്ങൾ ഒഴിവാക്കിക്കൂടെ? 27-ന് റമളാൻ നമ്മൾ പിരിച്ചുവിടും ആദ്യം, അതാണ് വിഷയം. 27-ന് പിരിച്ചുവിട്ടു. ഇനി റമളാൻ 29 ലൈലത്തുൽ ഖദറിന്റെ രാവായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കൂല. 30 റമളാനാണ്. അപ്പൊ നമ്മൾ വട്ടാമ്പിക്കും ഷൊർണൂർക്കും തൃശ്ശൂർക്കും ഒക്കെ പോയിട്ട് ഷോപ്പിങ്ങിലാണ്. അല്ലാഹുവിന്റെ ഇന്നലി റബ്ബിക്കും ഫി അയ്യാമി ദഹരിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റടിച്ച് വീശുന്ന സമയങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങൾ നിന്ന് കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്ന റമളാനിൽ നമ്മുടെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി നമുക്ക് എന്ത് ചെയ്യണം? നല്ല ശീലം ശീലിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അബൂ മുഹ്ജൻ എന്നവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലൊക്കെ കഴിഞ്ഞ അവസാന കാലത്തെ മുസ്ലിമാണ്. ഹുദൈബിയ മക്കം ഫതഹിന്റെ ശേഷമാണ് അവരൊക്കെ മുസ്ലിം ആകുന്നത്. പിന്നെ നബി തങ്ങളുടെ കൂടെ ഒരു കൊല്ലമേ അവരുണ്ടായിട്ടുള്ളൂ. പിന്നെ ഖലീഫമാരാണ്. എല്ലാ ഖലീഫമാരുടെ കാലത്തും കള്ളു കുടിച്ചതിന്റെ അടികൊള്ളും ആർക്ക്? അബൂ മുഹ്ജൻ സഖഫി എന്നവർക്ക്. ഇടക്ക് മുമ്പിലൊക്കെ ഒന്ന് കുറച്ചൊന്ന് മിനിങ്ങണം. പഴയ ശീലമാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുഴുകുടിയനായിരുന്നു. അപ്പൊ പിന്നെ കിട്ടാതെ വന്നപ്പോ എന്ത് ചെയ്തു? ഒന്ന് മിന്നും. എന്താണ് മൂപ്പരുടെ സ്വഭാവം. അങ്ങനെയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് പോകുന്നു. ഇറാനിലാണ് യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിന് പോകുന്നു അബൂ മുഹ്ജൻ അസ്സഖഫി എന്നവര്. സഅദ് റളിയല്ലാഹു അൻഹു ആണ് യുദ്ധത്തിന്റെ നയതന്ത്രജ്ഞൻ, യുദ്ധത്തിന്റെ നേതാവ്, സൈന്യാധിപൻ. സഅദ് ഇബ്നു അബി വഖാസ് എന്ന റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ മുസ്തജാബു ദഅവയായ സ്വഹാബിയാണ്, ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. പക്ഷെ അന്ന് യാത്രയിലേക്ക് ബുദ്ധിമുട്ടൊക്കെ വന്ന് ശരീരമാസകലം മുറിവായിരുന്നു. എഴുന്നേൽക്കാനും നിൽക്കാനും പറ്റാറില്ല, ഇരിക്കാനും പറ്റാറില്ല. അങ്ങനെ ഒരു കട്ടിൽ കിടക്കുകയാണ് ഉണ്ടായത്, ശരീരത്തിലാകെ മുറിവായിട്ട്. അങ്ങനെയാ യുദ്ധം നിയന്ത്രിച്ചതെന്ന്. യുദ്ധം നടക്കാൻ പോകുമ്പോ, യുദ്ധം ആരംഭിക്കാൻ പോകുമ്പോ അബൂ മുഹ്ജനുണ്ട്. താൻ കൊണ്ടുവന്ന ലഗേജിൽ നിന്ന്, ബാഗിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് കുടിക്കുന്നു. കുടിച്ചത് കണ്ടു സഅദ് റളിയല്ലാഹു അൻഹു. അബൂ മുഹ്ജൻ ഇങ്ങോട്ട് വാ, അബൂ മുഹ്ജൻ ഇവിടെ വാ, നീ കള്ളു കുടിച്ചോ? പറഞ്ഞു. ആ കുടിച്ചു. ഇവിടെ നിൽക്ക്, നിന്റെ കാലുകളിൽ ചെങ്ങലയായി നിന്നെ ഞാനിവിടെ കെട്ടിയിടുന്നു. നീ യുദ്ധത്തിന് വരണ്ട, നീ യുദ്ധത്തിന് വരണ്ട. കള്ളുകുടിയന്മാരാണോ അള്ളാഹുവിന്റെ ദീനിന് വിജയം തരാൻ വരേണ്ടത്? നീ ഇവിടെ നിൽക്ക്, നിനക്ക് തരാനുള്ള ശിക്ഷ ഞാൻ തരും, യുദ്ധം കഴിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റിന്റെ അരികത്ത്. കള്ളുകുടിച്ചത് ആവശ്യം. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി. സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരെ പോയി യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്. സഅദ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്,
സൽമ റളിയല്ലാഹു അൻഹ സൽമ ബീവിയോട് പറഞ്ഞു, യാ ബിൻത ആലി ഹഫ്സ, ആലി ഹഫ്സയുടെ മോളെ എന്ന് പറഞ്ഞ സൽമ ബീവി, ഹല്ലകി ഇലാ ഖൈരിൻ, നിങ്ങൾക്ക് വല്ല ഖൈറും ആവശ്യമുണ്ടോ, വല്ല നന്മയും വേണോ ചോദിച്ചു. തങ്ങളുടെ ഭാര്യ ടെന്റിലുണ്ട്, തൊട്ടപ്പുറത്ത് അബൂ മെഹ്ജൻ എന്നവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്റെ കൈകാലുകളിലെ ചങ്ങലകൾ നിങ്ങളൊന്ന് അഴിച്ചു തരുമോ? എനിക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യണം, എന്നൊന്ന് അഴിച്ചു തരുമോ? സഅദ് എന്നവരെ കെട്ടിയതല്ലേ, എനിക്ക് അഴിച്ചു തരാൻ പറ്റില്ല. സൽമാ സുലൈമാ ദഈനി അർവി സൈഫി മിനൽ ഇദാ, സൽമാ എന്നെ ഒന്ന് കെട്ടഴിച്ചു തരുമോ എന്ന സങ്കടത്തോടെ പാട്ടുപാടാൻ തുടങ്ങി. എന്നെ കെട്ടഴിച്ചാൽ എന്താ നിങ്ങൾക്ക് നഷ്ടം? ഞാൻ യുദ്ധത്തിന് പോയി പടവരുതി എങ്ങാനും ഞാൻ അവിടെ ഷഹീദാവുകയോ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഏതായാലും നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ വെച്ചതാണ്, എന്നെ അള്ളാഹു കൊണ്ടുപോയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റി ചിന്തിക്കേണ്ടതില്ലല്ലോ. എങ്ങാനും ജീവനോടെ ഞാൻ ബാക്കിയായാൽ വല്ലാഹി ഞാൻ നിങ്ങളുടെ ചങ്ങലയിലേക്ക് തിരിച്ചു വരും, എന്റെ കാലിൽ നിങ്ങൾക്ക് ചങ്ങല കെട്ടാം. സാധുന്നവരറിയില്ല, ഞാൻ പെട്ടെന്ന് വരാം. രണ്ടാലൊന്ന് നന്ന് കള്ളുകൂടിയ അങ്ങനെ കള്ളുകുടിച്ചു എന്നുള്ള വിഷയം. പക്ഷേ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നുണ പറയൂല, അങ്ങനെയാണ് സത്യം. പിന്നെ പറയും വല്ലാഹി ഞാൻ വരുന്നു പറഞ്ഞാൽ വരും തന്നെയാണ്. അപ്പോ സൽമാ ബീവിക്ക് ഇത്തിരി ഒരു മനസ്സിലൊരു അലിവ് തോന്നി. ഈ സാധു അള്ളാഹ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായി പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പാട്ടുപാടുമായിരുന്നു. വഖദ് കുൻതു ദാ മാലിൻ കസീരിൻ വഇഖ്വതിൻ ഫഖദ് തറകൂനി വാഹിദൻ ലാ അഖാലിയാ. ഒരുപാട് ആളുകളും സമ്പത്തും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്നെ ഇപ്പൊ ഒറ്റക്ക് പിടിച്ചു കെട്ടിയല്ലോ, ഞാൻ ഒറ്റക്കായി പോയല്ലോ. ഫലില്ലാഹി അഹദുൻ ലാ അഖീസു ബിഅഹദിഹി ലഇൻ ഫുർരിജത് അല്ലാ അസൂറൽ ഹവാനിയ. അല്ലാഹു ഞാൻ വാക്ക് തരുന്നു, എങ്ങാനും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഇനി തിന്മ ഞാൻ ചെയ്യുകയില്ല, ഞാൻ ഈ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോവില്ല. ഇത് പറഞ്ഞപ്പോ സൽമ റളിയല്ലാഹു അൻഹ കെട്ടഴിച്ചു കൊടുത്തു. കൈകളിലും കാലുകളിലെ ചങ്ങലകൾ അഴിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ആയുധം കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ബൽഖാ എന്നൊരു കുതിരയുണ്ട്. ബൽഖാ കുതിരയുടെ പേരതാണ്. ആ കുതിരയെ കൊടുത്തു. സഅദ് നിങ്ങൾക്ക് രോഗിയാണല്ലോ, അതുകൊണ്ട് സഅദ് തങ്ങളുടെ നല്ല മുന്തിയ ഇനം ഒരു കുതിരയുണ്ടായിരുന്നു. ആ കുതിരപ്പുറത്ത് സിംഹം കുതിച്ചു പോകുന്ന പോലെ അബൂ മെഹ്ജൻ ഖാദിസിയ യുദ്ധമുഖത്തേക്ക് ഓടിയെടുക്കുകയാണ്. മുഖം പിടിച്ചു കെട്ടിയിരുന്നു, ആളറിയാതിരിക്കാൻ വേണ്ടി മുഖം കെട്ടിയിരുന്നു. അസറിന്റെ നേരത്തെ, രാവിലെ യുദ്ധം തുടങ്ങിയതാ, അസറിന്റെ നേരത്തെ ഇദ്ദേഹം വരുന്നത്. സ്വഹാബികളൊക്കെ ആരാണ് ഈ മുഖം മൂടി ധരിച്ച ഒരു യോദ്ധാവ്? വലതു ഭാഗത്തും ഇടതു ഭാഗത്തും മുമ്പിലും പിന്നിലും ഒക്കെ ചെന്ന് ശത്രുക്കളെ അറ്റാക്ക് ചെയ്യുന്നയാൾ ആരാണ്? എന്തിനാണ് മുഖം മറച്ചതെന്നറിയുന്നില്ല. സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാളുകൊണ്ട് വെട്ടുന്ന ആ ഒരു രൂപം കണ്ടപ്പോ പറഞ്ഞു, അമ്മൽ ഫർറു ഫഫർ അമ്മൽ ഫർ ഫഫർ അബീ മെഹ്ജൻ വൽ കർറു കർറുൽ ബൽഖാ. ആ വെട്ട് കണ്ടാൽ അബൂ മെഹ്ജനിന്റെ വെട്ട് പോലെയുണ്ട്, ആ കുതിരയെ കണ്ടാൽ എന്റെ ബൽഖാഇനെ പോലെയുണ്ട്. പക്ഷേ എന്റെ കുതിര ഷെഡിലാണ്, അബൂ മെഹ്ജന്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ആരാണ് ഇയാൾ? സംശയം തോന്നി. നോക്കുമ്പോൾ സഅദ് തങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല. ശത്രുക്കൾക്ക് മാരകമായ രീതിയിൽ അവരുമായി ഏറ്റുമുട്ടി. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തും മുമ്പേ അബൂ മെഹ്ജൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, സൽമ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു, എന്റെ കൈകാലുകൾ കെട്ടിയിട്ടോളൂ എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു തആല അൻഹു സഅദ് തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ സൽമ ബീവി ചോദിച്ചു, കൈഫ കാന ഖിതാലുക്കും, യുദ്ധം എങ്ങനെ ഉണ്ടായിരുന്നു? സഅദ് എന്നവർ പറഞ്ഞു, ലഖീന, ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടി, വളരെ പ്രയാസകരമായൊരു യുദ്ധം ഞങ്ങൾ നയിച്ചു. ഇന്ന ജുന്ദല്ലാഹി ലഖൂ മാ ലഖൂ, വലിയ പ്രയാസമായിരുന്നു. അങ്ങനെയാണ് ഒരു വൈകുന്നേര സമയം മുഖം മൂടി ധരിച്ച ഒരാൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അയാളെ കൊണ്ട് അല്ലാഹു നമുക്ക് വിജയം തന്നു. ആരാണെന്നറിയില്ല. ഓട്ടം കാണുമ്പോൾ അബൂ മെഹ്ജനിന്റെ ഓട്ടം പോലെ, ആ കുതിരയുടെ ചാട്ടം കാണുമ്പോൾ എന്റെ ബൽഖാഇനെ പോലെ.
എന്റെ ബൽഖാ ഷെഡിലും അബൂ മെഹജൻ ചങ്ങലയിലുമാണല്ലോ കിടക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു വിജയം തന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയെ കെട്ടിടത്തേക്ക് നടന്നു വരുമ്പോ കുതിര വീർക്കുകയാണ്. കുതിര വല്ലാത്ത വിയർപ്പിലാണ്. സൽമാ, ഷെഡിൽ കിടന്ന വണ്ടി എങ്ങനെയായി ചൂടാകുന്നത് എന്ന് ചോദിക്കുന്ന പോലെ എന്റെ കുതിര എങ്ങനെയായി വിയർത്തത്? കെട്ടിയിട്ട കുതിര. പറഞ്ഞു സഅദ് എന്നവരെ, നിങ്ങൾ കണ്ടത് മറ്റാരുമല്ല, അബൂ മെഹജൻ എന്ന നിങ്ങൾ ധരിച്ച അതേ മനുഷ്യൻ തന്നെയാണ്. എന്നോട് സങ്കടപ്പെട്ട് കെട്ടഴിച്ചു തരുമോ? ഞാനൊന്ന് പോയി അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മസമരം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ കെട്ടഴിച്ചു കൊടുത്തതാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ സൽമാ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നനഞ്ഞുപോയി. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഅർജുല്ലാഹ അല്ലാ അജ്ലിദക അലാ ഖംറിൻ ബഅദൽ യൗമി അബദാ. അബൂ മെഹ്ജനെ, നിങ്ങൾ ചെയ്ത ത്യാഗം വലുത് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി കള്ളു കുടിക്കുമോ? ഇല്ല സഅദേ, ലാ വല്ലാഹി മാ അശ്റബുഹാ ബഅദൽ യൗമി അബദാ. ഈ ദിവസത്തിന് ശേഷം ഞാനിതാ ആ തിന്മയിലേക്ക് പോവില്ല സഅദേ, പോവില്ല സഅദേ. ഖദ് കുന്തു അശ്റബുഹാ ഫതുതഹിറുനി ബിൽ ഹദ്ദി വൽ ജൽദ്. ഞാനത് കുടിക്കുമായിരുന്നു മുമ്പ്. അന്ന് നിങ്ങളെ അടിച്ചുകൊണ്ടും ശിക്ഷിച്ചുകൊണ്ടും എനിക്കതിന് ശിക്ഷ നൽകുമായിരുന്നു. എന്നാൽ ഇനി ഞാനത് കുടിക്കുകയാണെങ്കിൽ ഫലാ തുതഹിറുനി ഇല്ലന്നാർ, അള്ളാന്റെ നരകമല്ലാതെ മറ്റൊന്നും എന്നെ ശുദ്ധീകരിക്കാൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇനി ഞാൻ നരകവാസിയായി പോയേക്കുമെന്ന് പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുടിക്കില്ല സഅദേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിന് വാക്കുകൊടുത്ത് മടങ്ങി തൗബ ചെയ്ത മഹാനാണ് അബൂ മെഹ്ജൻ അസ്സഖഫി റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് മുഅ്മിനെ, മാറ്റം അനിവാര്യമാണ്. നമുക്ക് മാറാൻ കഴിയും, ദുശ്ശീലങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. വെറുതെ പറയാണ് എനിക്ക് മാറ്റാൻ കഴിയില്ല, എല്ലാം മാറ്റാൻ കഴിയും. ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്കൊന്നും പോവലൊന്നും നിർബന്ധമില്ല. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഒരു അസീമത്ത്, ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് സാധ്യമാണ്. അല്ലാഹുവിന്റെ സഹായം വരും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. പിശാച് നിങ്ങളോട് പറയുന്നത് ദാരിദ്ര്യം വരുമെന്നാണ്. കള്ളുഷാപ്പ് പൂട്ടിയാൽ ദാരിദ്ര്യം വരുമെന്ന് പിശാച് പറയും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ. ഇത് ബിസിനസ് അല്ലേ, വരുമാനമല്ലേ, പൈസ കിട്ടുന്ന ഏർപ്പാടുകളല്ലേ എന്ന് ബിസിനസ്സുകാരോട്, മദ്യം വിൽക്കുന്നവരോട് പിശാച് പറയുന്നുണ്ട്. വയഅമുറുകും ബിൽ ഫഹ്ശാ. അത് കുടിക്കുന്ന നിങ്ങളോട് സർവമാന തിന്മകളും ചെയ്യാനാണ് പിശാച് പറയുന്നത്. അതുകൊണ്ട് പിശാചിനെ കേൾക്കല്ലേ. വല്ലാഹു യഇദുകും മഗ്ഫിറ. അല്ലാഹു നിങ്ങൾക്ക് പാപമോചനമാണ് നൽകുന്നത്. മിൻഹു വഫദുലാ. അല്ലാഹുവിന്റെ ഔദാര്യവും പാപമോചനവും അല്ലാഹു നിങ്ങൾക്ക് വാക്ക് തരുന്നു. അതുകൊണ്ടൊന്ന് നന്നാവണ്ടേ, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, പിൻകാലങ്ങളിലേക്കൊന്ന് എത്തി നോക്കി. റബ്ബേ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് എന്നേക്കുമായി പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് പോവില്ല റബ്ബേ എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണെന്ന് ഈ സെക്കൻഡിൽ നമ്മൾ തീരുമാനിക്കണം. നാളെ എന്നല്ല, റമദാന് വരട്ടെ എന്നല്ല, ഇന്ന് ഈ ദിവസം ഈ സെക്കൻഡിൽ ഞാൻ മടങ്ങുകയാണല്ലോ, മടങ്ങുകയാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് പക്ഷേ ചില ഹോബികളുണ്ട്. ആ ഹോബികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹോബികളായിരുന്നു. നിസ്കാരവും സൽക്കർമ്മങ്ങളും പരോപകാരങ്ങളും ദാനധർമ്മങ്ങളും വിജ്ഞാനദാഹവും ഇതൊക്കെയാണ്. ആ ചെറുപ്പക്കാരൻ സുമുഖനാണ്. അവരുടെ പേരാണ് റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. റബീഅ എന്നവർ, റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന മഹാനാണ്. 30 വയസ്സായിട്ടുള്ളൂ. നല്ല സുമുഖനായിരുന്നു. അപ്പൊ ആ നാട്ടിലെ ചെറുപ്പക്കാരൊരു പണി കഴിച്ചു. ചെറുപ്പക്കാർ വിചാരിച്ച പിന്നെ ഒന്നും രക്ഷയില്ലല്ലോ. എന്ത് വിചാരിച്ചു എന്നറിയോ? റബീഇനെ ഒന്ന് പഴപ്പിക്കണം, ഒന്ന് പഴപ്പിക്കണം, റബീഇനെ ഒന്ന് പഴപ്പിക്കണം. അങ്ങനെ ആ നാട്ടിലെ റബീഅ എന്നൊരു കൂഫക്കാരനാണ്. റബീഅ റളിയല്ലാഹു അൻഹു കൂഫയിലാണ് പിന്നീട് ജീവിച്ചത്. ഒരുപാട് കാലം കഴിച്ചു കൂട്ടിയത് ഹറമിലാണ്, മക്കയിലായിരുന്നു. റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. അപ്പോൾ
1000 ദീനാർ കയ്യിൽ കൊടുത്തിട്ട് ചെറുപ്പക്കാരൊരു പെണ്ണിനോട് പറഞ്ഞു, ഈ 1000 ദീനാർ നിനക്ക് എന്തിനാണെന്നറിയോ? റബീഅ ഇബ്നു ഖസിയം എന്നവരെ ഒന്ന് ചുംബിക്കണം, അത്രേ മതി. അതോ അതിനപ്പുറം വ്യഭിചാരം എന്റെ വക നിങ്ങൾക്ക് ഓഫർ ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നും നടക്കുന്ന സംഗതികളാണ്. ഈ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതാണ്, ഇന്നും ഇങ്ങനെയൊക്കെ വെച്ചുവെക്കുന്നവരും വെല്ലുവിളിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇന്നാലിന്റെ പെണ്ണിനെ ഞാൻ വ്യഭിചരിക്കല്ലേ, നിനക്ക് ഏർപ്പാടാക്കി തരാം, നിനക്ക് ചാടിച്ചു തരാം, നിനക്ക് പിമ്പുകളായി വർക്ക് ചെയ്യുന്നവരൊക്കെ എത്രണ്ട് നാടുകളിൽ. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെന്നതിൽ പെട്ടുപോവാതെ റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലെങ്ങാനും മരണം നമ്മെ കൊണ്ടുപോവുകയാണെങ്കിൽ, അള്ളാഹു നമ്മളെ വിളിച്ചു കൊണ്ടുപോവുകയാണ്, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ റബ്ബേ? ഒന്ന് പശ്ചാത്തപിക്കാൻ അവസരം കിട്ടാതെ. റബീഅ ഇബ്നു ഖസിയം എന്നവരെ പഴപ്പിക്കാനായി വേശ്യാവൃത്തി ചെയ്തിരുന്നൊരു പെണ്ണ്, മഹാനവറുകൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അന്ന് ചെറുപ്പക്കാരനാണ്, വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആരോഗ്യമുള്ള സമയമാണ്, നല്ല സുമുഖനുമാണ്. അവൾ അവരുടെ ശരീരഭാഗങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി റബീഅ എന്നവരുടെ മുമ്പിൽ വെച്ച്. പക്ഷേ കുലുങ്ങിയില്ല റബീഅ എന്നവർ, വിട്ടുകൊടുത്തില്ല. അല്ലാഹുവിനെ ഭയപ്പെടേണ്ട പെണ്ണേ, കൈഫ ബികി, എങ്ങനെയുണ്ടായിരിക്കും? യൗമ തഖ്ഫീന ബൈന യദൈ റബ്ബിർ റഹീം, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഹാജരാക്കപ്പെടുന്ന ദിവസം എങ്ങനെ ഉണ്ടായിരിക്കും പെണ്ണേ? കൈഫ ബികി, എങ്ങനെ ഉണ്ടായിരിക്കും പെണ്ണേ? ഇദാ നസല ബികി മലക്കുൽ മൗത്ത്, ഈ നേരം അല്ലാഹുവിന്റെ മലക്ക്, മരണത്തിന്റെ ദൂതർ, മരണം കൊണ്ടുവരുന്ന മലക്ക് മാലാഖ നിങ്ങളെ സമീപിക്കുകയും ഇവിടുന്ന് ഈ നിമിഷം കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ വ്യഭിചരിക്കുന്നത് ആ നേരം നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ആ തിന്മ? ഇല്ല ലാലാ. കൈഫ ബികി, എങ്ങനെ ഉണ്ടായിരിക്കും? ഇദാ സഅലകി മുൻകറുൻ വ നകീർ, ഖബറിൽ കിടക്കുന്ന 2 മലക്കുകൾ മുൻകർ നകീർ അലൈഹിസ്സലാം നിന്നെ ചോദ്യം ചെയ്യുന്ന നേരത്ത് ഭൂമിയിൽ നീ ചെയ്ത വ്യഭിചാരമോർത്ത് സന്തോഷിക്കുമോ അല്ല സങ്കടപ്പെടുമോ? കൈഫ ബികി, എങ്ങനെ ഉണ്ടായിരിക്കും? ഇല്ലം തതൂബി യൗമ തുർമൈന ഫിൽ ജഹീം, തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ വേശ്യകളെ കൊണ്ടുപോയിടുന്ന നരകത്തിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? ഞാൻ നിന്നെ വ്യഭിചരിക്കുന്നത് നിനക്കത് ഇഷ്ടമാകുമോ? അന്ന് നീ എന്താണ് ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുക. മതി മതി റബീഅ മതി, എനിക്ക് മതി, എനിക്ക് മതി. ഫതാബത് തൗബതൻ, ആ പെണ്ണ് നന്നാവുകയാണ് ഉണ്ടായത്. നന്നായി എന്ന് മാത്രമല്ല, അവർ പിന്നീട് അറിയപ്പെട്ടത് ആബിദത്തു കൂഫ, കൂഫ കണ്ട ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണ് എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ആളുകൾ ചെറുപ്പക്കാരെ പറയാൻ തുടങ്ങി, ആളുകൾ പറയാൻ തുടങ്ങി, അഫ്സദന അല റബീഅ, റബീഅനെ പറ്റിക്കാനും റബീഅ എന്നവരെ പഴപ്പിക്കാനുമാ നമ്മൾ ഉദ്ദേശിച്ചത്. ഫഅഫ്സദ റബീഅ, ആ റബീഅ എന്നവർ, ആ പെണ്ണിന് കാരണം നമ്മെ പരീക്ഷിച്ചു കളഞ്ഞല്ലോ, ആ പെണ്ണിനെ നാശമാക്കി കളഞ്ഞല്ലോ. ഫഅഫ്സദഹ അലൈനാ, അങ്ങനെ അവര് പറഞ്ഞത്. നല്ല പെണ്ണായിരുന്നു അവളെ, റബീഅ മോശമാക്കിയല്ലോ, ഇനി ഞങ്ങൾ ഉദ്ദേശിച്ച പണിക്ക് അവളെ കിട്ടില്ലല്ലോ, ഞങ്ങൾ റബീനെ പഴപ്പിക്കാൻ വിട്ടതാ, റബീഅ എന്നവർ ഈ പെണ്ണിനെ പഴപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് അന്നത്തെ കുറ്റവാളികളായ ചെറുപ്പക്കാരുടെ ഗ്യാങ്ങുകൾ പറയാൻ തുടങ്ങി. എന്റെ യുവാക്കൾ, ചെറുപ്പക്കാരികൾ മനസ്സിലാക്കണമേ, അല്ലാഹു റഖീബാണ്, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. തൗബ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മടങ്ങിയില്ലെങ്കിൽ നാടിന്റെ ഒഴുക്ക് പോലെ നമ്മളങ്ങ് ഒഴുകാൻ തുടങ്ങിയാൽ, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, നബിയേ അങ്ങെത്ര ആഗ്രഹിച്ചാലും ജനങ്ങളെ എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയേ. ഇൻ തുതി وإن تطع أكثر من في الأرض يضلوك عن سبيل الله. ശരിക്കും മനസ്സിലാക്കണം. وإن تطع, നിങ്ങൾ ആരെങ്കിലും അനുസരിക്കാൻ പുറപ്പെട്ടാൽ, അക്സറ മൻ ഫിൽ അർദി, ഭൂമിയിൽ തിന്മ ചെയ്ത് നടക്കുന്ന ബഹുഭൂരിപക്ഷത്തെ അംഗീകരിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ,
യുദില്ലൂക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ നിങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞേക്കും. തിന്മ ചെയ്യുന്നവരുടെ ബാഹുല്യം ലോകത്തുണ്ടാകുമെന്നതിന്റെ സൂചനയാണിത്. നമ്മൾ പറയില്ലേ എല്ലാരും അങ്ങനെയല്ലേ, അതിനിപ്പോ എന്താ എത്ര പ്രശ്നമുണ്ടോ എന്ന് പറയും. അങ്ങനെയല്ല. എല്ലാരും ചെയ്താൽ ഒരു തിന്മ നന്മയാകുമോ? നിങ്ങൾ ജനങ്ങൾ ബഹുഭൂരിപക്ഷം ചെയ്യുന്ന തിന്മകളെ സ്വീകരിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ, അതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, യുദില്ലൂക അൻ സബീലില്ലാഹ്, നിങ്ങളെ അവർ വഴിഴപ്പിച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ ചെറു സംഘമാണെങ്കിലും നിങ്ങൾ ഉറച്ചു നിൽക്കണമേ. അഫമൻ യുൽഖാ ഫിന്നാരി ഖൈർ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ പേടികൂടാതെ വരുന്നവനാണോ ഉത്തമം, അതല്ല അന്ത്യനാളിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണോ? ആരുടെ കൂടെ നമ്മൾ നിൽക്കണം? അല്ലാഹു നമ്മെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കി തരട്ടെ. സജ്ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം തരട്ടെ. ദീനാറുൽ അയ്യാർ എന്ന് പറയുന്ന മഹാനുഭാവനെ ദീനാറുൽ അയ്യാർ എന്ന പേരായി മഹാനവറുകൾ നന്നാവാൻ കാരണം ഒരു മഖ്ബറയുടെ, ഒരു ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോയപ്പോഴാണ്. നടന്നു പോകുമ്പോ ദീനാറുൽ അയ്യാർ തിന്മ ചെയ്തിരുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പലയിതം ചെറുപ്പക്കാരുടെ കൂടെ ജീവിക്കുന്ന ഒരു സംഘം പോലെ തിന്മകളുടെ നേതാവായി വാണിരുന്നൊരു കാലമുണ്ട് ദീനാറുൽ അയ്യാറിന്റെ ആദ്യകാലങ്ങളിൽ. അന്ന് അദ്ദേഹം ഒരു ഖബർസ്ഥാനിലൂടെ പോകുമ്പോഴാണ് ഒരു എല്ല് കിട്ടിയത്, ഉരുമ്പിയ എല്ല്. നമ്മൾ എത്ര മയ്യത്ത് കാണുന്നു മുഅ്മിനെ, നമ്മൾ ആലോചിക്കാറുണ്ടോ? ഖബർസ്ഥാനിലൂടെ പോകുമ്പോ ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനും ഇതുപോലെ മരിച്ച് എല്ലായി മാറി നുരുമ്പി മണ്ണായി ചേർന്ന് പിന്നെ നീ എനിക്ക് പുനർജന്മം നൽകും നിന്റെ മുമ്പിലേക്ക്. എന്റെ മുമ്പ് മരിച്ചുപോയവരൊക്കെ ഖബറുകളിൽ വിശ്രമിക്കുകയാണ്. എല്ലാവരെയും നീ വിളിച്ചുണർത്തുന്ന ഒരു നാൾ വരാനിരിക്കുന്നുവല്ല റബ്ബേ. കരയാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത കരച്ചിൽ. സ്വന്തം ഉമ്മയുണ്ട്, ദീനാറുൽ അയ്യാറിന്റെ ഉമ്മ. മോനെ നന്നാവണേ എന്ന് പറയുമ്പോൾ ഉമ്മയെ ചീത്ത വിളിച്ചിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഉമ്മയെ ചീത്ത വിളിക്കും. ഉമ്മ നന്നാവും മോനെ പറയുമ്പോ ആ മനുഷ്യൻ ഒരു നുരുമ്പി എല്ല് കണ്ടപ്പോഴാ അല്ലാഹുലേക്ക് മടങ്ങാനുള്ള മനസ്സ് വന്നത്. അദ്ദേഹം പറഞ്ഞു, ആകാശത്തേക്ക് കയ്യുയർത്തിയിട്ട്, ഇലാഹി അൽഖൈതു ഇലൈക മഖാലീദ അംരി ഫഖ്ബൽനി വസ്തുർനി യാ അർഹമർ റഹീമീൻ. കരുണാവാനായ അല്ലാഹുവേ, നീ എന്നെ മറച്ചു പിടിക്കണേ, നീ എന്നെ രക്ഷപ്പെടുത്തണേ, നീ എനിക്ക് കാവൽ നൽകണമേ എന്ന് ആ മഖ്ബറയിൽ നിന്ന്, ആ ഒരു ഖബർസ്ഥാനിൽ നിന്ന് അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആ ചെയ്തു. വീട്ടിലേക്ക് ചെന്നതിൽ പിന്നെ നിസ്കാരം തന്നെയായിരുന്നു, നിരന്തരമായ നിസ്കാരം. ഇദാ ജന്നഹുൽ ലൈൽ അഖദ ഫിൽ ബുകാഇ വൽ അവീൽ. രാത്രിയായാൽ കരച്ചിലാണ്, കരച്ചില്. കരഞ്ഞ് കരഞ്ഞ അദ്ദേഹത്തിന്റെ ശരീരം ദുർബലമാവാൻ തുടങ്ങി. ചോദിക്കും, യാ ദീനാർ, ദീനാറേ എന്ന് സ്വയം ശരീരത്തെ വിളിക്കും അദ്ദേഹം. അലക ഖുവ്വത്തുൻ അലന്നാർ, അല്ലാഹുവിന്റെ നരകം സഹിക്കാനുള്ള ആവത് നിനക്കുണ്ടോ, ശക്തി നിനക്കുണ്ടോ? യാ ദീനാർ, ദീനാറേ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നിനക്കത് സഹിക്കാനാകുമോ? ഒരുപാട് ദിവസം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്ത് ശരീരം ക്ഷീണിച്ചു പോയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഇർഫഖ് ബിനഫ്സിക ഖലീല, മോനെ ഒരൽപ്പം നിനക്ക് വിശ്രമിച്ചുകൂടെ, ഇങ്ങനെ ക്ഷീണിപ്പിക്കണോ? മറുപടി പറഞ്ഞു, യാ ഉമ്മാ, ഉമ്മ, നിങ്ങൾ എത്ര കാലം എന്നെ ഉപദേശിച്ചതാണ്, അന്നൊന്നും അങ്ങേ ശ്രദ്ധിക്കാതെ നടന്ന എന്റെ കഴിഞ്ഞ കാലം, അതിന് പകരം എനിക്ക് അല്ലാഹുവിന് പകരം നന്മ ചെയ്തു കൊടുക്കണ്ടേ? ദഈനി അസ്അബ് ഖലീല ലഅല്ലി അസ്തരീഹു ഖലീല. ഞാൻ കുറച്ച് ക്ഷീണിച്ചാൽ എന്താ, ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശ്രമമുണ്ടല്ലോ. യാ ഉമ്മാ, ഉമ്മ, ഉടമസ്ഥന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഞാൻ പോവുകയാണ്. എനിക്കറിയില്ല, അം ഇലാ ദില്ലിൻ ദലീൽ അം ഇലാ ശർരി മഖീൽ, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണെന്നറിയില്ല ഉമ്മ. വീണ്ടും കരയാൻ തുടങ്ങി. ഇബാദത്ത് തന്നെ ഇബാദത്ത്. ശരീരം ക്ഷീണിച്ചു പോയപ്പോ ഉമ്മ പറഞ്ഞു പോയി, മോനെ
ഒരുപാട് ശരീരം നീ തളർത്തി കളഞ്ഞല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോ ഉമ്മയോട് ഉമ്മ എന്റെ ശരീരം നാളെ ആശ്വാസപ്പെടാനാണ് ഉമ്മ ഞാൻ എന്റെ ശരീരത്തെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത്. മഹാനായ ദീനാറുൽ അയ്യാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു പോകുന്ന ഒരു രംഗം പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹിജ്റിന്റെ ആയത്ത്. ഒരു രാത്രി സുജൂദിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് നേരം വെളുക്കുവോളം കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ഫവറബ്ബിക അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം നബിയേ. ലനസ്അലന്നഹും അജ്മഈൻ മനുഷ്യരെ ഓരോരുത്തരെയും ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അല്ലാഹു പറയാൻ ആരും വിട്ടുപോവില്ല, ആരും വിട്ടുപോവില്ല. എന്റെ പടച്ചോനെ മറക്കൂല. ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ കുറിച്ച് അല്ലാഹു അവരോട് ചോദ്യം ചെയ്യുമെന്ന ആയത്ത് ഒരു ദിവസം ഓതി നിസ്കാരത്തിൽ ഓതി പൊട്ടിക്കരഞ്ഞ മഹാൻ അയ്യാർ ദീനാറുൽ അയ്യാർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ 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 നിന്നിലേക്ക് ഞങ്ങൾ നടന്നു വരുന്ന ആ ഒരു നാളിൽ നിന്റെ മുമ്പിലേക്ക് പേടിയില്ലാതെ എഴുന്നേറ്റ് വരാനുള്ള ഭാഗ്യം ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളും പെണ്ണുങ്ങളും റബ്ബേ ഞങ്ങളുമായി ബന്ധമുള്ള മുഅ്മിനെ മുഅ്മിനാത്തുകൾ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് അരുളണേ തമ്പുരാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യും മുഅ്മിനീങ്ങളെ. ശഅബാനിന്റെ രാവുകളാണ്, അമലുകൾ ഉയർത്തപ്പെടുന്ന രാവാണിത്. അല്ലാഹു സ്വീകരിച്ചേക്കും, അല്ലാഹു സ്വീകരിച്ചേക്കും. തിരിഞ്ഞു നടക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്ന സയ്യിദുസ് സാഹിദീൻ പരിത്യാഗം ചെയ്ത് ജീവിച്ച അല്ലാഹുവിന്റെ ആലിമീങ്ങളുടെ നേതാവായി മാറിയ സാഹിദീങ്ങളുടെ നേതാവായ മഹാനവറുകൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പൊന്നുമോൾ മരിച്ചുപോയ വിവരം അറിയുന്നത്. മഹാനവറുകൾ കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. എന്താ ചെയ്തെന്നറിയോ? അന്ന് ഒരുപാട് കള്ളു കുടിച്ചു. മത്ത് പിടിക്കുന്നവരെ കള്ളു കുടിച്ചു, മദ്യപിച്ചു, ഒരുപാട് മദ്യപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നൊരു സ്വപ്നം കാണുന്നു. ഖാമത്തിൽ ഖിയാമ. ഈ സ്വപ്നമാണ് മഹാനവറുകൾ അല്ലാഹുവിലേക്ക് നടത്തിയത്. ലോകാവസാനം സംഭവിക്കുകയും അന്ത്യനാളിന്റെ വിചാരണ അടുക്കുകയും ചെയ്യുന്നു. അന്ത്യനാളിൽ ജമഅ അല്ലാഹുൽ ഖലായിഖ അൽ അവ്വലീന വൽ ആഖിരീൻ ജനങ്ങളെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്തിന്റെ മൈതാനമുണ്ട്. ഇവിടേക്ക് ജനങ്ങളൊക്കെ വന്നു. നമ്മളൊക്കെ അവിടെ വരൂലേ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ വിചാരിച്ച് ആ നേരത്തൊക്കെ നമ്മുടെ പെരിങ്കണ്ണൂർക്കാരൊക്കെ അവിടെ നമ്മളെല്ലാവരും ഉണ്ടാവും. പരസ്പരം ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്യാം. വേള് പറഞ്ഞ ഉസ്താദ് മുന്തിയ ആളായതുകൊണ്ടല്ല, ഇത് ആരെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ച് പറയാണ്. ചിലപ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ ഉസ്താദ്മാരൊക്കെ കുടുങ്ങി കിടക്കുക, എന്നെ പോലത്തെ ഉള്ള ആൾക്കാർ. അപ്പോഴേ പടച്ചോനെ അന്ന് പെരിങ്കണ്ണൂരിൽ ഇങ്ങനെ വേള് പറഞ്ഞ മൂല്യരെല്ലാം കുത്തിരിക്കണതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, നോക്കി പോകരുത്, കൈ പിടിച്ച് കൊണ്ടുവരണം, ശഫാഅത്ത് ചെയ്യണം അല്ലാഹുവിനോട്. റബ്ബേ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്ന് നമ്മൾ കണ്ട് പരിചയപ്പെട്ടവരെ, ഓർമ്മയുള്ളവരെ, സുഹൃബന്ധമുള്ളവരൊക്കെ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്തണം എന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുക കൂടി ചെയ്യാണ്. അല്ലാഹു അഅലമു ബിസരീറതി, അങ്ങനെയാണ്. അല്ലാഹുമ്മ ലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ വജഅൽനാ ഖൈറൻ മിമ്മാ യഖൂലൂൻ വഗ്ഫിർ ലനാ മാ ലാ യഅലമൂൻ. അങ്ങനെയാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു രംഗം മഹാനവറുകൾ സ്വപ്നം കാണാൻ. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമുണ്ട്. വലിയ ഒരു സർപ്പം എന്റെ പിന്നാലെ കൂടുന്നു, എന്നെ കടിക്കാൻ വരുന്നു. ഞാൻ ഓടി, എന്റെ പിന്നാലെ സർപ്പം എഴഞ്ഞെഴഞ്ഞെന്റെ പിന്നാലെയുണ്ട്. ഞാൻ കണ്ണും എല്ലാം പൂട്ടിവെച്ചൊരു ഓട്ടം ഓടുകയാണ്, എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. ഭീകരമായ രംഗം. സ്വപ്നം കാണുമ്പോ അറിയില്ലല്ലോ ഇത് സ്വപ്നാണെന്ന് അറിയില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ രസം. ഇത് സ്വപ്നം എന്ന് പറഞ്ഞാൽ പേടിക്കാണ്ടിരുന്നാൽ മതി. പക്ഷെ അപ്പൊ അറിയില്ലല്ലോ, ഉണരുമ്പോഴല്ലേ അറിയത് സ്വപ്നമായിരുന്നു. ഓടുകയാണ്, വല്ലാത്ത ഓട്ടമാണ്. ഓടിത്തളർന്നു ചെല്ലുമ്പോൾ ഒരു പ്രായമായ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളോട് പറഞ്ഞു, യാ അബ്ദല്ലാഹി അൻഖിദ്നി, നല്ല മനുഷ്യ നിങ്ങൾ എന്നൊന്ന് രക്ഷപ്പെടുത്തി തരുമോ?
ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാവില്ല തോന്നുന്നു, മോനെ ഓടിക്കോ എന്ന് പറഞ്ഞു. ഓടി 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 ആ സർപ്പം എന്റെ പിന്നാലെയുണ്ട്. ഓടി ഓടി ഞാൻ നരകത്തിന്റെ അലാ ശഫീരി ജഹന്നം, നരകത്തിന്റെ വക്ക് വരെ ഓടി. ഞാൻ അവിടെ നിന്ന് കണ്ടു പാരാവാരം കണക്കെ, അനന്തമായ കടല് കടക്കെ, തീജ്വാലകൾ നിറഞ്ഞു കിടക്കുന്ന നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. എന്റെ പിന്നിൽ സർപ്പം ഓടി വരുന്നുണ്ട്. നരകത്തിലേക്ക് ഞാനെടുത്ത് ചാടണോ അല്ല സർപ്പത്തിന് പിടികൊടുക്കണോ? ചാടാൻ ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നാദാനി മുനാദിൻ, ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ലസ്ത മിൻ അഹ്ലിന്നാർ, നിങ്ങൾ നരകവാസിയല്ല, പൊയ്ക്കോ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് ഓടുകയാണുണ്ടായത്. വീണ്ടും ഓടി, സർപ്പമിന്റെ എന്റെ പിന്നാലെയുണ്ട്. ആ പ്രായമുള്ള ഒരാളെ ഞാൻ വീണ്ടും കണ്ടു. അല്ല, എന്നൊന്ന് രക്ഷപ്പെടുത്തുമോ? അയാൾ അവിടെ ഇരിക്കുകയാണ്, പ്രായമുണ്ട്, ക്ഷീണിച്ചിരിക്കുകയാണ്. പറഞ്ഞു, മോനെ അവിടെ ഒരു കൊട്ടാരമുണ്ട്, പൊയ്ക്കോ, ലഅല്ലക ഫീഹാ വദീഅ, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, പൊയ്ക്കോ എന്ന് പറഞ്ഞു. കൊട്ടാരത്തിന്റെ അരികത്തേക്ക് എത്തി. നോക്കുമ്പോൾ മുസയ്യന ബില്ലആലി വസ്സബർജദ്, മനോഹരങ്ങളായ കല്ലുകൾ പതിച്ച് അതിസുന്ദരമായ ഒരു കൊട്ടാരമാണത്. ആരോ വിളിച്ചു പറയുന്നു അതിന്റെ കർട്ടൻ പൊക്കിക്കൊടുക്കൂ എന്ന്. അതിന്റെ മറകൾ നീങ്ങുകയാണ്. നോക്കുമ്പോൾ സുന്ദരന്മാരായ സൗന്ദര്യമുള്ള കൊച്ചുമക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെയുണ്ട്. കൊച്ചുമക്കൾ മരിച്ചു പോകുന്നവർ, അള്ളാഹു സൂക്ഷിക്കുന്നവരുടെ ഗേഹമാണത്. ഞാൻ എന്റെ മോളെ കണ്ടു. എന്റെ മോള് യാ അബച്ചാ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് എന്റെ മുന്നിലേക്ക് ഓടി വന്നു. എന്റെ മോളെ ഞാൻ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെന്റെ താടിക്ക് പിടിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പാ ഇത്തഖില്ലാ, അല്ലാഹുവിനെ ഭയപ്പെടണേ ഉപ്പാ, ഇത്തഖില്ലാ, അല്ലാഹുവിനെ ഭയപ്പെടണം ഉപ്പാ. എന്റെ മോളെ താഴെ വെച്ചു. മോള് വീണ്ടും എന്നെ കയറി പിടിച്ചു, എന്റെ താടി രോമത്തെ പിടിച്ച് എന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പാ ഇത്തഖില്ലാ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. ഈമാനുള്ള ആളുകൾക്ക് ഇനിയും അള്ളാഹുവിനെ പേടിക്കാൻ സമയമായില്ലേ എന്ന സൂറത്തുൽ ഹദീദിൽ അള്ളാഹു ചോദിക്കുന്ന ആയത്ത് എന്റെ മോൾ എന്നോട് ഓതുകയുണ്ടായി. പാപ്പാക്ക് നന്നാവാൻ നേരമായില്ലേ? എന്റെ മോളോട് ചോദിച്ചു, മോളെ എന്താണ് ഈ സർപ്പം? ആ സർപ്പത്തിന്റെ മുന്നിൽ നിന്നിട്ട് മോള് പറഞ്ഞു, സർപ്പത്തോട് പോ. മോളങ്ങ് പറഞ്ഞപ്പോ അത് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, മോളെ എന്താണത്? എന്താ എന്റെ പിന്നാലെ ഓടാൻ കാരണം? നിങ്ങൾ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങളാണ് ഈ സർപ്പം എന്ന് പറയുന്നത്. നിങ്ങളെ പിടിച്ചു വിഴുങ്ങാൻ മാത്രം നിങ്ങൾ തിന്മ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മോളെ, ഞാനൊരു പ്രായമുള്ള ആളെ കണ്ടല്ലോ, അയാൾ എന്നെ ഒന്നും കഴിയില്ല മോനെ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞല്ലോ. അയാൾ ആരാണ്? ഒരു ലിപ്പയെ പോലെ. ആരുമല്ല ഉപ്പ, അത് നിങ്ങൾ ചെയ്ത നന്മയാണ്. ആ നന്മ വളരെ കുറച്ചുള്ളൂ, ആ നന്മ ദുർബലമാണ്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാത്രം നന്മ നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ നിങ്ങളോട് പൊയ്ക്കോ എന്ന് പറഞ്ഞത്. പക്ഷേ കുഞ്ഞായിരിക്കെ ഞാൻ മരിച്ചു പോവുകയും പാപ്പാ നിങ്ങളെ സ്വർഗത്തിൽ സ്വീകരിക്കേണ്ട മോളാണ് ഞാൻ. എന്റെ കൂടെയുള്ള കൂട്ടുകാരികളുടെ ഉമ്മമാരും ഉപ്പമാരും അവര് ഞങ്ങൾ മരിച്ചു പോയപ്പോൾ സങ്കടപ്പെട്ടവരാണ്. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞ ഉമ്മയും അപ്പമാരും സ്വർഗത്തിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ട മക്കളാ ഞങ്ങളൊക്കെ. എന്റെ ഉപ്പ, നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് വരാതിരിക്കുമോ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ ആയത്ത് ഓതി കൊടുത്തു പെൺകുട്ടി. പൊന്നുമോൾ, ചെറിയ മോളാണ്, 2 വയസ്സുള്ള മോളാണ് ആ മരിച്ചുപോയത്. ആ മോളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ ഇനിയും സമയമായിട്ടില്ലയോ? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. പെണ്ണിങ്ങനെ വാങ്ങു വിളിക്കുന്നു, ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹി ഹയ്യ അലൽ ഫലാഹി അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറങ്ങുന്നവരെ എഴുന്നേൽക്കാൻ നേരമായി, നിസ്കാരത്തിലേക്കെന്ന് അള്ളാഹു വിളിക്കുന്ന വിളിയാളം കേൾക്കുന്നു. അതുവരെ നിസ്കരിച്ചിട്ടില്ല. വല്ലാത്തൊരു മൂട്. റബ്ബേ, ഞാൻ എന്താണ് ഈ കണ്ടത്? വേഗം ഉദുവെടുത്ത പള്ളിയിലേക്ക് നടന്നു. മുസ്ലിമായിരുന്നു, പക്ഷേ കള്ളുകുടിയനായി ജീവിച്ചിരുന്ന കാലം. പള്ളിയിലേക്ക് നടന്നു. സുബഹിക്ക് ഇമാം ഫാത്തിഹ ഓതിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തോതും.
എന്റെ ആ ഒരു ദിവസം സുബഹിക്ക് ഇമാമിന്റെ പിറകിൽ ഞാൻ ചെന്ന് എന്റെ ഇമാമ് അന്ന് ഫാത്തിഹ കഴിഞ്ഞ് ആദ്യം തുടങ്ങിയ ആയത്ത് തന്നെ സൂറത്തുൽ ഹദീദിൽ നിന്ന് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്റെ മനസ്സ് പൊട്ടിപ്പോയി റബ്ബേ. എന്റെ മോള് ഏതൊരായത്താണോ സ്വപ്നത്തിൽ എന്നോട് ഓതി തന്നത് അതേ ആയത്ത് ഇമാം ഇന്നിതാ ഓതി തുടങ്ങിയിരിക്കുന്നു. അല്ലാഹുവേ അൻത തുരീദുനി, നീ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാ റബ്ബേ ഈ സൂചനകളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നെ നന്നാക്കിയെടുക്കാൻ ഞാൻ നന്നാവുകയാണല്ലോ, ഞാൻ നന്നാവുകയാണല്ലോ. തുബ്തു ഇലൈക യാ റബ്ബ്. അങ്ങനെ തൗബ ചെയ്ത് നന്നായി മുഹദ്ദിഥീങ്ങളിൽ പ്രമുഖനായി സാഹിദീങ്ങളുടെ നേതാവായി മാറിയ പ്രഗൽഭ പണ്ഡിതനാണ് ഇന്നറിയപ്പെടുന്ന ഈ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിലാ പണ്ടൊരു കള്ളം കയറിയത്. കള്ളം കയറിയിട്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ് രാത്രി, നല്ല നിസ്കാരത്തിലാണ്. അപ്പോ കള്ളനറിയാം നിസ്കാരം മുറിച്ചിട്ടൊന്നും ഇവര് പിന്നാലെ കൂടൂല എന്നറിയാം. കള്ളൻ കൂളായിട്ട് തെരഞ്ഞു, അതാ രസം. ആടിപ്പാടി ഒരു പേടിയില്ലാതെ എല്ലാ ഷെൽഫും കട്ടിലിന്റെ അടിയിലൊക്കെ തപ്പി നോക്കുകയാണ്. ഇമാമിന്റെ നിസ്കാരം തീരൂല എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഈ തെരഞ്ഞ് റിലാക്സ് ആകുന്ന ഇടയിൽ അദ്ദേഹം നിസ്കാരം സലാം വീട്ടി ചോദിച്ചു, അല്ല ഒന്നും കിട്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, കിട്ടിയില്ല. ദുന്യാവൊന്നും കിട്ടിയില്ലല്ലേ? ഫഹല്ലക റഗ്ബത്തുൻ ഫിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലൊക്കെ ഒന്ന് കിട്ടിയല്ല, എന്നാ പോയി ഒതുടുക്കുന്നു. ഒതുടുത്ത് വന്നിട്ട് നിസ്കരിക്കുന്നു പറഞ്ഞു. കള്ളൻ അന്ന് ആദ്യമായിട്ടാണ് നിസ്കരിക്കുന്നത്. അന്ന് നിസ്കരിച്ചു പാതിരാ നേരത്തെ. ഞാനൊരു 2 റക്അത്ത് കൂടെ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിസ്കരിച്ചു എന്ന് പറഞ്ഞു. 2 കഴിഞ്ഞപ്പോൾ ഇനിയൊരു 2 കൂടെ സുബ്ഹി വരെ നിസ്കരിച്ചു എന്നാ മനുഷ്യൻ. എന്നിട്ട് പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ ഉലമാ പറയും, മാലിക് ഇബ്നു ദീനാർ എന്നവരെ മോഷ്ടിക്കാൻ ചെന്ന കള്ളനെ മാലിക് ഇബ്നു ദീനാർ എന്നവരെ മോഷ്ടിച്ചു എന്ന് പറയും. ഈ കള്ളനെ പിടിച്ച് നന്നാക്കിയ ആ മഹാനാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. പക്ഷെ ആദ്യകാലം മദ്യപാനിയായി ജീവിച്ചിരുന്ന മഹാനവറുകൾ. അങ്ങനെയാ പിന്നീട് നന്മയുടെ വഴിയിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത്, ഒരു തിന്മ ചെയ്ത് ജീവിച്ചതിന്റെ ശേഷം ഇനി എന്നെ കൊണ്ടൊന്ന് നന്നാവാനാവില്ല, ഞാൻ നന്നായാലും നാട്ടുകാർക്ക് പഴയ കള്ളുടിയനല്ലേ, അതൊന്നും ചിന്തിക്കരുത്. നന്നായാൽ അള്ളാഹു പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ ഒരുക്കമാണ്. അള്ളാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. അള്ളാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. നമ്മൾ ആരെപ്പറ്റിയും ഒന്ന് മോശമായി ചിന്തിക്കല്ലേ. ഇന്ന് തിന്മ ചെയ്ത് നടക്കുന്ന ഒരാൾ ഒരുപക്ഷെ നാളെ മുതൽ നന്നായി ഇന്ന് നന്മ ചെയ്ത് ജീവിച്ച ആളുകളെക്കാളും മുന്തിയ ആളായിട്ട് മാറാൻ അള്ളാഹുവിന് കഴിയും, മാറ്റാൻ റബ്ബിന് കഴിയും. ആ ഒരു നന്മയിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മുൻഗാമികൾ രാത്രികാലങ്ങൾ ചെലവഴിച്ചത് ഇങ്ങനെയാണ്. അവർ അള്ളാഹുവിന്റെ മുമ്പിലായിരുന്നു. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. നമ്മൾ രാത്രി ചെലവഴിക്കുന്നുണ്ട് സീരിയലും സിനിമയും കണ്ടിട്ട്. അപ്പൊ അതൊക്കെ നിർത്തി നല്ല മക്കളായിട്ടൊന്നും തോന്നുന്നു, അൽഹംദുലില്ലാഹ്. എന്നാലും ഉണ്ടാവും ചില വീട്ടിലൊക്കെ മഗ്‌രിബിന്റെ നേരത്തെ ഗസ്റ്റ് വരുമ്പോ ചീത്ത വിളിയാന്നാ കേട്ടത്. ഈ സീരിയലിന്റെ നേരത്തെ തന്നെ വരാൻ നിൽക്കണം, അവരുടെ ടൈമൊന്നും കിട്ടിയില്ലേ. സുബ്ഹാനല്ലാഹ്. മഗ്‌രിബൊക്കെ കുത്തിമറിഞ്ഞ് നിസ്കരിക്കാന്നാ കേട്ടത് ചില പെണ്ണുങ്ങളൊക്കെ. ആ സീരിയലിന്റെ ആ ഒരു 1ാമത്തെ എപ്പിസോഡിന്റെ ആ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാലോ ആ നേരത്തെ ഫോൺ എടുക്കൂല, ആര് വന്നാലും ഇഷ്ടമല്ല, ആര് വർത്താനം പറയുന്നത് ഇഷ്ടമല്ല, എത്തിക്കാഫിരിക്കുക ടിവിന്റെ മുമ്പിൽ. അങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് മടുത്തിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടക്കുമ്പോൾ അതിന്റെ ഒരു ആനന്ദം കിട്ടുമ്പോൾ സങ്കടപ്പെട്ടു പോകും. റബ്ബേ, ഞാൻ എന്തിനെന്റെ വിലപ്പെട്ട സമയമെന്ന് കൊന്നുകളഞ്ഞു റബ്ബേ, വേണ്ടില്ലായിരുന്നുവെന്ന് അന്ന് സങ്കടപ്പെടും. ഇതിനൊരു വല്ലാത്ത ആനന്ദമുണ്ട് മുഅ്മിനെ, അതനുഭവിച്ചറിയേണ്ട ആനന്ദമാണ്, വല്ലാത്തൊരു ആനന്ദമുണ്ട്. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. അള്ളാഹുവിനെ പേടിച്ചിരുന്ന ആളുകൾ രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ. സുബ്ഹിയോടടുത്ത സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ പുറത്തു തരണേ, അള്ളാഹുവേ മാപ്പ് തരണേ എന്ന് ചോദിക്കുന്നവരാണ്. ആ പാതിരാ സമയങ്ങളിൽ തിന്മ ചെയ്യുന്നവരുടെ അവസ്ഥകൾ എന്താണെന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ മുൻഗാമികൾ നന്മയാ ചെയ്തത്. റയാഹ് ബിൻ ഉമർ അൽ ഖൈസി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. മഹാനവറുകൾ പ്രഗൽഭനായ പണ്ഡിതനും അല്ലാഹുവിന്റെ ആബിദുമായിരുന്നു റയാഹ് ബിൻ ഉമർ അൽ ഖൈസി റളിയല്ലാഹു അൻഹു. പക്ഷെ കല്യാണം കഴിച്ചു വന്ന പെണ്ണ് എങ്ങനെയുണ്ട് എന്നറിയാൻ ബഹുമാനപ്പെട്ടവർ ഒരു പരീക്ഷണം നടത്തിയെന്ന. കല്യാണം കഴിഞ്ഞ അന്ന്
അന്ന് രാവിലെ പെണ്ണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ അവര് ചോദിച്ചു, അല്ല നിനക്കൊരു വേലക്കാരി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചത് റയാഹ് ഇബ്നു ഉമർ അൽ ഖൈസിയെയാണ്. ഞാൻ കഴിച്ചത് ഒരു ജബ്ബാറൻ അനീദ, അഹങ്കാരിയായ ഒരു ആർഭാടക്കാരനെ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേലക്കാരിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അന്ന് രാത്രി റയാഹ് ഇബ്നു ഉമർ അൽ ഖൈസി തങ്ങളെ ഇശാ നിസ്കരിച്ചെന്ന് ഉറങ്ങിയപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് രാത്രിയുടെ ആ 4ൽ 1 ഭാഗം, ആദ്യത്തെ 1 ഭാഗം എഴുന്നേറ്റു പെണ്ണ്. പറഞ്ഞു, റയാഹ് എഴുന്നേൽക്കുന്നു പറഞ്ഞു. അദ്ദേഹം അന്ന് എഴുന്നേറ്റില്ല, എന്ന് നിസ്കരിക്കുന്ന ആളാണ്. അന്ന് ഉറക്കം നടിച്ച് ഇങ്ങനെ കടന്നു. രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചില്ല. വിളിച്ചു, റയാഹേ നിങ്ങൾക്ക് നിസ്കരിക്കണ്ടയോ? ഞാൻ പറഞ്ഞു ക്ഷീണാണെന്ന് പറഞ്ഞു. വീണ്ടും ഉറക്കം നടിച്ച് കളഞ്ഞു. കിടന്നുകൂടെ. രാത്രിയിൽ 4ന്റെ 3-ാമത്തെ ഭാഗവും 4ൽ 3 ഭാഗവും നിസ്കരിക്കുകയാണ് ആ പെൺകുട്ടി. ചോദിച്ചു, റയാഹേ നിങ്ങൾക്ക് നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണില്ല. 4-ാമത്തെ ഭാഗവും സുബ്ഹിയോടടുക്കുന്ന നേരവും നിസ്കാരത്തിലേക്ക് വന്ന് റയാഹ് എന്നവർ എഴുന്നേൽക്കാതെ വന്നപ്പോ റയാഹ് എന്നവരോട് പറഞ്ഞു, ഖദ് ഫാസൽ മുഹ്സിനൂൻ വഅസ്കറൽ മുഅസ്കിറൂൻ. റയാഹേ, നന്മ ചെയ്യുന്ന ആളുകളെല്ലാം മുൻകടന്നു പോയല്ലോ, ഈ രാത്രിയിൽ മുതലെടുത്തു കഴിഞ്ഞല്ലോ, നിങ്ങൾ ഉറങ്ങിക്കളഞ്ഞല്ലേ. യാ റയാഹ് യാ ലൈത ശിരി യാ ലൈത ശിരി മൻ ഗറനി ബിക്. റയാഹേ, ഞാൻ ഓർത്തു പോവുകയാണ്, എന്തിനാ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്? വേണ്ടില്ലായിരുന്നു. രാത്രി നിസ്കരിക്കാത്ത, അല്ലാഹുക്ക് തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെയാണോ ഞാൻ കല്യാണം കഴിച്ചത്? വേണ്ടില്ലായിരുന്നുവെന്ന് ആ പെണ്ണിന്റെ ഉള്ളെടുക്കാൻ അന്ന് ഉറക്കം നടിച്ചു സുബ്ഹി വരെ കടന്ന റയാഹ് ഇബ്നു ഉമർ അൽ ഖൈസി തങ്ങളുടെ ഭാര്യമാരെ പോലെയാണോ ഭാര്യമാർ? അവരെ പോലെയാണോ ഭർത്താക്കന്മാർ? ഒരാത്മവിചിന്തനം നടത്തേണ്ട നേരമാണ്. കളി ഉണ്ടാകുമ്പോൾ ഓർക്കും, ഇങ്ങനെ എത്ര കുട്ടികളുണ്ടെന്ന്. ഉമ്മാർക്കൊന്നും മക്കളെ കാണാൻ തന്നെ കിട്ടൂല. ഇന്ന് കളിയുടെ നിന്നെ കാക്കേ വേണ്ട, അപ്പൊ ചോറൊന്നും വേണ്ടമ്മ, അതൊക്കെ അവിടെ ഉണ്ട്, ക്ലബിലുണ്ട്, അവിടെ ഉണ്ട്. ഉറക്കൊഴിച്ച് സുബഹിന്റെ നേരത്ത് ഇങ്ങനെ കടന്നു വരും മക്കൾ. എന്തിനാ ഉറക്കൊഴിച്ചെന്നറിയോ? പന്ത് കാലുകൊണ്ട് തട്ടുന്നത് കാണാൻ. അതെ, അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് മടങ്ങേണ്ട നേരത്ത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട നേരമാണത്. ആ നേരത്തെ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്നിരുന്ന സമയങ്ങളൊക്കെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. നമ്മുടെ സഹോദരിമാരിൽ അള്ളാഹുവേ നല്ല ചിന്തകൾ നൽകണേ റബ്ബേ. അന്നൊക്കെ പുരുഷന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പെണ്ണുങ്ങൾ പറയുമത്രേ യാ സൗജി, എന്റെ ഭർത്താവേ, നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലന്നാർ. പട്ടിണി ഞങ്ങൾ കടക്കാൻ ഒരുക്കമാണ് കേട്ടോ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ പോകുന്ന ഭർത്താവേ, ഹറാമിന്റെ അള്ളാഹുവിനെ പേടിക്കണേ, ഞങ്ങൾക്ക് ഹലാല് മാത്രമേ നൽകാവൂ എന്ന് സ്വന്തം ഭർത്താക്കന്മാരെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചിരുന്ന പെണ്ണുങ്ങളുണ്ട്. അവരെ വീട്ടിൽ നിന്ന് യാത്ര അയച്ചയക്കുമ്പോ ആ കാലഘട്ടമൊക്കെ എവിടെ പോയി? അങ്ങനെയുള്ള നല്ല സൽചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ ഇല്ലാതെ പോയോ? അല്ലാഹുവേ, ആ ഒരു നന്മയിലേക്ക് ഞങ്ങളെ നീ തിരിച്ചു നടത്തണേ തമ്പുരാനെ. തർജുൻ നജാത വലം തസ്ലുക് മസാലികഹാ ഇന്നസ് സഫീനത ലാ തജ്രി അലൽ യബസി ركوبك النعش ينسيك الركوب على ما كنت تركب من بغل ومن فرس يوم القيامة لا مال ولا ولد وضمة القبر تنسي ليلة العرس. എല്ലാം മറന്നു പോകുന്ന ഒരു നാള് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിന്റെ മണിയറയുടെ ആദ്യ രാവുകൾ ഖബറിൽ കിടക്കുന്ന കടത്തത്തിൽ ഖബർ മനുഷ്യനെ ഒന്ന് അണച്ചു ചേർത്ത് പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. ആ ഒരു പിടുത്തത്തിൽ വിവാഹിക ജീവിതത്തിലേക്ക് കടന്ന മണിയറ രാവിന്റെ എല്ലാ സുഖങ്ങളും വന്ന് മറന്നുപോയി. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു പോകുന്ന ഖിയാമത്തിന്റെ രംഗത്ത് ഭൂമിയിൽ എത്ര നല്ല വാഹനത്തിൽ നടന്നാലും ആ വാഹനത്തിന്റെ അനുഭവങ്ങളെല്ലാം മറച്ചു കളയുന്ന ഒരു രംഗമാണ് അള്ളാഹുലേക്ക് നമ്മൾ നടന്നു പോകുന്ന ഖിയാമത്തിന്റെ മണ്ണിൽ. അപ്പോ നന്നാവണമെങ്കിൽ പണിയെടുക്കണം, അധ്വാനിക്കണം. ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി
കപ്പൽ കരയിൽ ഓടുകയില്ലല്ലോ, കപ്പലോടാൻ വെള്ളം വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വഴികൾ അന്വേഷിച്ചു തുടങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ ആ ഒരു തർബീയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അന്നൊരു പെരുന്നാൾ ദിവസം പൊന്നുമോൻ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോ മഹാനവറുകൾ കണ്ണിൽ കണ്ണുനീര് നനഞ്ഞ് സ്വന്തം മോനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ വാപ്പാക്ക് മോന്റെ അവസ്ഥ കാണുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. നാട്ടുകാരായ കുട്ടികളൊക്കെ ഏറ്റവും നല്ല വസ്ത്രമാണ്, ഖലീഫയുടെ അമീറുൽ മുഅ്മിനീന്റെ മോൻ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമാണ് പെരുന്നാളിലെന്ന്. അത്രയും സാത്വികനായി ജീവിച്ച ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആ ചെറിയ മോന് 10 വയസ്സിൽ താഴെ പ്രായമുള്ള മോനാണെന്ന് പറഞ്ഞത് വാപ്പാ എന്നെ ഓർത്ത് വാപ്പ കരയാണോ? യാ അബതാ ഇന്നമാ യബ്കി മൻ അസാ റബ്ബാ വഅഖ ഉമ്മഹു വഅബാ അന ലസ്തു മിമ്മൻ അഫ്അലുഹു യാ അബതാ. അങ്ങനെയാ അന്നത്തെ വീടുകൾ, ഉമ്മ വാപ്പമാരുടെ സംസാരങ്ങൾ അങ്ങനെയാണ്. മക്കൾ കേട്ടുപഠിക്കുന്നത് നന്മയായിരുന്നു. വീടുകളിൽ നന്മയ്ക്ക് വേണ്ടി മക്കൾ മത്സരിക്കുകയാണ്. സ്വഹാബിയായ ഖൈസമത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോ ഖൈസമ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ഖൈസമത്ത് ബിനുൽ ഹാരിസ്, അന്ന് അദ്ദേഹത്തിന് പ്രായമുണ്ട്. ഖൈസമ, നിങ്ങൾക്ക് ബദറിലേക്ക് വരണ്ടേ? നിങ്ങൾക്ക് ഷഹാദത്ത് വേണ്ടേ? വേണം നബിയെ, ഞാൻ വരികയാണ്. ബദറിലേക്ക് ഞാനുണ്ട്. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ उतर सकते हैं गर्दून से ഖത്താർ അന്തർ ഖത്താർ भी. മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് അള്ളാഹു വിജയം നൽകിയ ബദറുണ്ട്. ആ ബദർ നടന്നത് റമദാനിലാണ്. നമ്മൾ ഓർക്കണം. ചൂടുകൊണ്ട് ദാഹിച്ച് വിശന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണമേ, നോമ്പുകാരായി അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരത്തിന് പോയ സ്വഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? യാ റബ്ബ്, യാ അല്ലാഹ്. ഖൈസമത്ത് ഇബ്നുൽ ഹാരിസ് എന്നവരെ പ്രിയപ്പെട്ട മോനുണ്ട്, പ്രിയപ്പെട്ട മകൻ സഅദ് ഇബ്നു ഖൈസമ. സഅദ് എന്ന മോനെ വിളിച്ചു പറഞ്ഞു, സഅദേ, എന്റെ ഭാര്യമാർ നിന്റെ ഉമ്മമാരായവർ ഒന്നിലേറെ പേരുണ്ടല്ലോ, നിനക്കറിയാമല്ലോ. നിനക്ക് സഹോദരിമാരുമുണ്ട്. അവരെയൊക്കെ നോക്കി നിൽക്കാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അതുകൊണ്ട് മോനെ സഅദേ, നിങ്ങൾ വീട്ടുകാരെ നോക്കണം, എന്റെ ഭാര്യമാരെ നോക്കണം, വാപ്പയുടെ ഭാര്യമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വാപ്പ യുദ്ധത്തിന് പോകുന്നു, ബദറിലേക്ക് പോകുന്നു. മോൻ പറഞ്ഞു, ഉപ്പാ, അങ്ങയുടെ ഭാര്യമാർക്കും എന്റെ പെങ്ങന്മാർക്കുമൊക്കെ അല്ലാഹു ഉണ്ടല്ലോ സംരക്ഷകനായിട്ട്. ഉപ്പാ, നിങ്ങളെ കഴിച്ചു മറ്റൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ഇത് ആഖിറത്തിന്റെ വിഷയമായി പോയി. അതുകൊണ്ട് ഉപ്പാ, ഇതിൽ ഞാൻ വിട്ടുതരില്ല. ഞാനാ പോകുന്നത്, നിങ്ങൾ വീട്ടിൽ നിന്നാൽ മതി. ഞാനാണ് പോകുന്നത് ബദറിലേക്ക്. ഇത് അല്ലാഹു സ്വർഗം തരുന്ന വിഷയമാണ്. അതുകൊണ്ട് ഉപ്പാ, ഇത് ഞാൻ വിട്ടുതരില്ല, എനിക്ക് വേണം. ഉപ്പ വീട്ടിൽ നിന്നോളൂ, മക്കളെ നോക്കിക്കോളൂ, ഞാൻ യുദ്ധത്തിലേക്ക് പോവുകയാണെന്ന് ബദറിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് സഅദ് ഇബ്നു ഖൈസമത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുമാ. മോനെ മരിച്ച വിവരം 2 ദിവസം കഴിഞ്ഞിട്ടാ വാപ്പ പറഞ്ഞത്. വാപ്പ പറഞ്ഞു, അവ്വാഹുൻ അവ്വാഹ് ലഖദ് വല്ലാഹി ലഖദ് ഫാസ ബിഹാ ദൂനി. എന്റെ മകൻ എനിക്കത് തരാതെ അവനത് അടിച്ചു മാറ്റി കൊണ്ടുപോയല്ലോ എന്റെ മോൻ. എന്തിനെ പറ്റി പറയുന്നറിയോ? രക്തസാക്ഷിയായി അല്ലാഹുവിലേക്ക് പോയത്. എന്റെ മോൻ എനിക്ക് തരാതെ മോനത് കൊണ്ടുപോയല്ലോ. അല്ലാഹ് അല്ലാഹ് വല്ലാഹി ലഖദ് കാന അഖല മിന്നി. അല്ലാഹനെ തന്നെയാണ് സത്യം, എന്റെ മോന് എന്നെക്കാൾ ബുദ്ധിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ വീട്ടിൽ നിർത്തി അവൻ പോയത്. ലഖദ് റഅയ്തുഹുൽ ബാരിഹ. ഇന്നലെ രാത്രി എന്റെ മോനെ അല്ലാഹു എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. യസ്റഹു വയംറഹു ഫി അൻഹാരിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ പുഴകളിൽ എന്റെ മോൻ കുളിച്ച് രസിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. വസിമാരിഹാ വസ്ഹാരിഹാ. സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിൽ എന്റെ മോൻ ഉല്ലസിക്കുന്നത് എനിക്ക് അല്ലാഹു ഇന്നലെ രാത്രിയാണ് കാണിച്ചു തന്നത്. മോൻ എന്നോട് പറഞ്ഞു, യാ അബതാ,
എന്റെ ഉപ്പ ഇൽഹഖ് ബിനാ, ഞങ്ങളുടെ അരികത്തേക്ക് പോരിൻ. ഫഇന്നാ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, അല്ലാഹു എന്താണോ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് എല്ലാം അല്ലാഹു തന്നിരിക്കുകയാണ് ഉപ്പ എന്ന് സ്വന്തം ഉപ്പയോട് പൊന്നുമോൻ വിളിച്ചു പറഞ്ഞത് സ്വപ്നം കണ്ട വാപ്പയാണ് ഖൈസമത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. വാപ്പക്ക് രക്തസാക്ഷിത്വം കിട്ടുന്ന അവസ്ഥ കണ്ടപ്പോ വാപ്പ അത് ഞാൻ എടുക്കും, നിങ്ങൾക്ക് ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഓടിപ്പോയ മക്കൾ. യ ഫൈസാന നസറതാ യാ മക്തബ കി കറാമത്തി, സിഖായാ കിസ്നെ ഇസ്മാഈൽ കോ ആദാബ് ഫർസന്ദി. ഇങ്ങനെ അച്ചടക്ക ബോധമുള്ള മക്കളെ അള്ളാഹു നൽകുന്നത് ഒരു സൗഭാഗ്യമല്ലയോ? അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് കൺകുളിർമയുള്ള മക്കളെ അള്ളാഹുവേ നീ നൽകണേ തമ്പുരാനെ. അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു